وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد بن عبد الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ട് ഇന്ന് ഈ സദസ്സിൽ വെച്ച് നമ്മൾ പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന വിഷയം ഹൃദയത്തിൻ്റെ രോഗങ്ങളും അവയ്ക്കുള്ള ചികിത്സയും, അംറാദുൽ ഖുലൂബി വശിഫാഉഹ ഔ ദവാഉഹ എന്ന് പറയുന്ന ആ വിഷയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പലപ്പോഴും നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും തന്നെയാണ്, മനുഷ്യ ശരീരത്തിലുള്ള ഖൽബുകൾ, ഹൃദയം എന്ന് പറയുന്നതിന് ദീനുൽ ഇസ്ലാമിൽ അതിയായ പ്രാധാന്യമുണ്ട്. അതിന് എന്തെന്നില്ലാത്ത പവിത്രതയും ആദരവുമുണ്ട്. ഖുർആനിൽ കൂടെ പല ആയത്തുകളിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമ്മളെ ഉണർത്തിയത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അവിടുത്തെ അധ്യാപനങ്ങളിൽ കൂടെ പല രൂപത്തിൽ ആ വിഷയം നമുക്ക് അറിയിച്ചു തന്നതുമാണ്. അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ദുആ സൂറത്തു ശുആറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്, അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, വലാ തുഖ്സിനി യൗമ യുബഅഥൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അങ്ങനെയാണ് ആയത്ത്, അല്ലേ ഹാഫിളീങ്ങളെ കുട്ടികളെ? അല്ല, അങ്ങനെയല്ലേ? അള്ളാഹുവേ, ആളുകളെ പുനർജീവിപ്പിക്കുന്ന ആ ദിവസം യൗമുൽ ഖിയാമയിൽ നീ എന്നെ അവഹേളിക്കരുത്, വഷളാക്കരുത്. വലാ തുഖ്സിനി യൗമ യുബഅഥൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സമ്പത്തുകൾ, കുമിഞ്ഞുകൂട്ടി വെച്ച സമ്പത്തുകളോ എണ്ണപ്പെട്ട മക്കളും സന്താനങ്ങളുമുണ്ട് എന്ന് കരുതിയൊരു മനുഷ്യനും ഒരു ഉപകാരവും ഒരു ഫലവും ചെയ്യുകയില്ല ആ സാധനങ്ങളൊന്നും അന്നത്തെ ദിവസത്തിൽ. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ സുരക്ഷിതമായ ആരോഗ്യപൂർണമായ ഹൃദയവുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ വന്ന ആ വ്യക്തിക്കല്ലാതെ മറ്റു ഒന്നും തന്നെ ഫലം ചെയ്യാത്ത ആ ദിവസത്തിൽ നീ എന്നെ അവഹേളിക്കരുത് അള്ളാഹുവേ, നീ എന്നെ വഷളാക്കരുത്. ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യന് ആകെ ഉപകാരപ്പെടുന്നത് സലീമായ ഹൃദയത്തിൻ്റെ ഉടമയായി വന്നു നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അതേ അവനവിടെ വിലപ്പോവുകയുള്ളൂ, ഉപകാരപ്പെടുകയുള്ളൂ. ഹൃദയത്തിന് സലീമായ ഹൃദയം എന്താണത് എന്ന് ചുരുങ്ങിയ നിലക്ക് ശേഷം നമ്മൾ പറയുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സലീമായ ഹൃദയം എന്ന് പറഞ്ഞത് സാലിമിൻ മിൻ ദനസി വശിർക്ക്, ശിർക്കും അല്ലാത്തതുമായ പാപങ്ങളിൽ നിന്ന്, കുറ്റങ്ങളിൽ, തെറ്റുകളിൽ നിന്ന് മുക്തമായ ഹൃദയം, അതിൻ്റെ ഉടമായ. മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഖൽബു സലീമു അൻ യഅലമ അന്നല്ലാഹ ഹഖ്ഖുൻ. അല്ലാഹുവിലുള്ള വിശ്വാസം കൃത്യമായ, വഅന്ന സഅത ആതിയത്തുൻ ലാ റൈബ ഫിഹാ, യൗമുൽ ആഖിറിനെ കുറിച്ചുള്ള വിശ്വാസം, വഅന്നല്ലാഹ യബ്അഥു മൻ ഫിൽ ഖുബൂർ. മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ ബഅത്തുണ്ട്, അഥവാ വിശ്വാസപരമായ കാര്യങ്ങൾ കൃത്യമായിരിക്കാതെ അനുസരിച്ച് അമൽ ചെയ്ത ആൾ. മറ്റുള്ള മുഫസ്സിറുകൾ പല വാക്കുകളിൽ കൂടെ ആശയം ഒന്നാണ്, അതിനെ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൽ നിന്ന് ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, അല്പം ദീർഘമായ ഹദീസിൽ, ഹറാം ഇന്നതാണ്, ഹലാൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുവന്ന ആ ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞു, അല, അറിയുക, വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ അവന്റെ ശരീരം ആ സകലം നന്നായി എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒരു മാംസപിണ്ഡം, അത് അവന്റെ ശരീരത്തിന്റെ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയതായിരിക്കും, കുറഞ്ഞതായിരിക്കും, പക്ഷെ അതിനാണ് ആധിപത്യം. അത് നന്നായാൽ അവന്റെ ശരീരം ആ സകലം നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് ദുഷിച്ചാൽ അവൻ ആ സകലം, അവന്റെ ശരീരം മുഴുവനും, മറ്റുള്ള അവയവങ്ങൾ മുഴുവനും, പുറത്തേക്ക് കാണുന്നതും ഉള്ളിലുള്ളത് മുഴുവനും അത് ദുഷിച്ചു പോകും. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അപ്പം എത്രത്തോളം അതിനെ നമ്മൾ പരിഗണിക്കേണ്ടി വരും, അതിൻ്റെ കാര്യത്തിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടി വരും. ഈ ഹദീസ് അതിലേക്കാണ് നമ്മൾക്ക് വിരൽ ചൂണ്ടുന്നത്. അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ പണ്ഡിതന്മാരായ ഉലമാക്കളായ ആളുകൾ, അവരുടെ ഒരു ദുആ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു സൂറത്തു ആല ഇമ്രാനിൽ.
അവർ പറയും അല്ലാഹുവിനോട് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവേ സന്മാർഗ്ഗം ഞങ്ങൾക്ക് കാണിച്ചു തന്ന് അതിലേക്ക് ചേർത്തതിന്റെ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ വഴികേടിലാക്കരുതേ, കണ്ണുകളാക്കരുതേ, കാതുകളാക്കരുതേ, ഒന്നുമല്ല ദുആ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, അവരുടെ ദുആ അതാണ്. അത് പ്രശംസനീയമാണ്, ആദരണീയമാണ്. ആ ദുആ നമ്മൾ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്കത് പഠിപ്പിച്ചു തന്നത്. അവനിഷ്ടപ്പെട്ട് അവനെക്കുറിച്ച് അറിഞ്ഞ് ഇൽമും അറിവും ഇബാദത്തുമുള്ള മുഅ്മിനീങ്ങളായ ആലിമീങ്ങളായ പണ്ഡിതന്മാർ, ഇൽമുള്ള നല്ലവര ഉത്തമരായ ആളുകൾക്കുള്ള ആ പ്രാർത്ഥന അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നത് നമ്മളും അത് ഉരുവിടാനും അങ്ങനെ ദുആ ചെയ്യാനും വേണ്ടിയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, സന്മാർഗത്തിലേക്ക് ചേർത്തതിന്റെ ശേഷം, അത് ഞങ്ങൾക്ക് അറിയിച്ച് കാണിച്ചു തന്നതിന്റെ ശേഷം നീ ഞങ്ങൾ വഴികേടിലാക്കരുതേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്, ഇന്നക അൻതൽ വഹാബ്. റാസിഖീങ്ങളായ പണ്ഡിതന്മാർ എന്നാണ് മുഫസ്സിറുകൾ ഈ പറയുന്ന ഭാഗത്ത് സാധാ എന്തെങ്കിലും രണ്ടക്ഷരം അറിഞ്ഞ ആളുകളല്ല, ഇരുത്തം ചെന്ന പണ്ഡിതന്മാർ, ഖുർആനും സുന്നത്തും കൃത്യമായി അറിഞ്ഞ് വ്യക്തമായ പാണ്ഡിത്യത്തിന്റെ ഉടമകൾ. അവരുടെ ദുആ നിരന്തരമായിട്ട് സത്യത്തിൽ നിന്ന് വഴികേടിലാക്കരുതേ, ഞങ്ങളെടുത്തുള്ള എന്തെങ്കിലും വിഡ്ഢിത്തരം കാരണം അള്ളാഹു അനീതി കാണിക്കുകയില്ല. നല്ല നിലക്ക് പോകുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അള്ളാഹു വഴികേടിലാക്കുകയില്ല. ഫലമ്മാ അസാഖ അല്ലാഹു ഖുലൂബഹും, ജൂതന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, അവർ വഴികേട് തെരഞ്ഞെടുത്തപ്പോൾ അള്ളാഹു അവരെ വഴികേടിലാക്കി എന്നുള്ളത്. നമ്മുടെ വിഡ്ഢിത്തരം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് നമ്മൾ വഴികേടിൽ ചെന്ന് ചാടരുതേ എന്നുള്ളത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസി എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരിക്കൽ കേട്ടു, ഇന്ന ഖുലൂബ ബനി ആദമ കുല്ലുഹാ ബൈന ഇസ്ബഅൈഹി മിൻ അസാബിഇർ റഹ്മാൻ, മനുഷ്യരുടെ ഹൃദയങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ രണ്ട് വിരലിന്റെ ഇടയിലാണ്. അഖീദത്തുൽ വാസിയിലൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ വിരലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന് വിരലുകളുണ്ട്, പക്ഷെ മനുഷ്യരുടെ വിരലുകളെ പോലെയല്ല. അതിന്റെ രൂപം ആകൃതിയും നമ്മൾ പറയുകയോ ചിന്തിക്കുകയോ സങ്കല്പിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ മുമ്പ് അതിൽ പറഞ്ഞതാണ്. രണ്ട് വിരലുകളുടെ ഇടയിലാണ്. കൽബിൻ വാഹിദിൻ, ഒരൊറ്റ ഹൃദയം പോലെ, യുസർരിഫുഹു ഹൈഥു യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് അതിനെ തിരിക്കാനും മറിക്കാനും അവന് കഴിയും. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിത്തിരിക്കുന്ന അള്ളാഹുവേ, സർരിഫ് ഖുലൂബനാ അലാ ത്വഅതിക, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ത്വഅത്തിലേക്ക് നീ തിരിക്കണം, വഴികേടിലേക്കാക്കരുതേ, നിനക്ക് എതിര് ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തിരിക്കരുതേ. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അനസ് ബിൻ മാലിക്കിൽ നിന്ന് ഈ ഹദീസിന്റെ മറ്റൊരു രൂപം റിപ്പോർട്ട് ചെയ്തു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂൽ, അള്ളാഹുവിന്റെ റസൂല് ധാരാളം പറയലുണ്ടായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹിദായത്തിലേക്കും ദലാലത്തിലേക്കും നന്മയിലേക്കും തിന്മയിലേക്കും ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച്, അള്ളാഹുവിന്റെ അനീതി കൊണ്ടല്ല, അങ്ങനെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ അടിയുറച്ചു നിർത്തണം, വ്യതിചലനമുണ്ടാവരുതേ, ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവരുതേ എന്ന്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽതു യാ റസൂലല്ലാഹ്, അപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ആമന്നാ ബിക്, നിങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, വബിമാ ജിഅ്ത ബിഹി, നിങ്ങൾ കൊണ്ടുവന്ന ആ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ച ആളുകളാണ്. നോക്കണം നമ്മൾ. അനസ് റളിയല്ലാഹു അൻഹു റസൂലിനോട് സംശയം ചോദിക്കുകയാണ്. അദ്ദേഹം ആ സമയത്ത് സ്വീകരിച്ച അദബും മര്യാദയും എത്രത്തോളമുണ്ട് എന്നുള്ളത്. ഒറ്റടിക്ക് സംശയം ചോദിക്കല്ല. അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ, നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ സത്യമാണ് എന്ന് അംഗീകരിച്ചവരാണ് ഞങ്ങൾ, ആ ദീനിൽ തുടർന്ന് പോകുന്ന ആളുകളാണ് എന്ന് അറിയിച്ചു കൊടുത്തുകൊണ്ട് പറയാണ്. ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഫഹൽ തഖാഫു അലൈന, ഞങ്ങൾ വഴികേടിലാകും, ഞങ്ങളുടെ ഹൃദയങ്ങൾ വ്യതിചലിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നോ? മുബാറക് ഫൂരി റഹ്മഹുല്ല ഇമാം തിർമിദിയുടെ ഈ ഹദീസിന്റെ ഗ്രന്ഥം വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ പറഞ്ഞ വളരെ വളരെ നമ്മൾ ചിന്താർഹമായൊരു പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ ഹൃദയത്തെ നീ സ്ഥിരപ്പെടുത്തി നിർത്തണമെന്നുള്ളതാണ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ അടിയുറച്ചു നിർത്തണമെന്നാണ് ദുആ. റസൂല് പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ സ്വഹാബിക്ക് കാര്യത്തിന്റെ പൊരുൾ മനസ്സിലായി. ഇത് റസൂലിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ദുആയല്ല, അവിടുത്തെ ഉമ്മത്ത് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ദുആ നിരന്തരം ഞങ്ങൾ പറയണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് റസൂൽ ഇത് പറയുന്നത് എന്ന്. അദ്ദേഹത്തിന് അതിൽ കാര്യം മനസ്സിലായതുകൊണ്ടാണ് ഇത്തരം ആദരവോടെ, ഇത്തരം താഴ്മയോടെ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബഅൈനി മിൻ അസാബിഇല്ല,
മനുഷ്യഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ 2 വിരലിൻ്റെ ഇടയിലാണ്. യുഖല്ലിബുഹാ കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ മാറ്റിമറിക്കും. അവൻ വ്യക്തി അങ്ങനത്തെ ആളാണെങ്കിൽ, അവൻ നന്മക്ക് അർഹതയുള്ള ആളാണെങ്കിൽ അവൻ്റെ ഹൃദയത്തെ ദീനിൽ അടിയുറച്ചു നിർത്തും, നല്ല ഭാഗങ്ങളിലേക്ക് തിരിക്കും. അവന് അർഹതയില്ലാത്ത പ്രവർത്തനങ്ങളും കാര്യങ്ങളുമാണ് എന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹു അവഹേളിക്കും, വഴികേടിലാക്കും, അവനെ തെറ്റായ ദിശയിലേക്ക് തിരിച്ച് പരാജയത്തിലേക്ക് എത്തിക്കുമെന്ന്. മുബാറക് പൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ ആ രീതി മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ഇന്ന ഖൗലക ഹാദാ, നിങ്ങൾ ഈ ദുആ ചെയ്യുന്നത് ലൈസ ലി നഫ്സിക യാ റസൂലല്ലാഹ്, നിങ്ങളെ ഹൃദയം അള്ളാഹു അടിയുറച്ചു നിർത്താൻ വേണ്ടിയല്ല. കാരണം അന്നക ഫീ ഇസ്മത്തിൻ മിനൽ ഖതഇ വസ്സല്ല, വഴികേടിൽ നിന്നും വ്യതിചലനത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ വ്യക്തമായ പൂർണ്ണമായ സുരക്ഷയിലാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ ഹൃദയത്തിന് ഈ വ്യതിചലനം ഉണ്ടാകൂല. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കും തഅലീമുൽ ഉമ്മ, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പല സമയത്തും ഈ ദുആ അവൻ പറഞ്ഞുകൊണ്ടിരിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനി. ഈ ഹദീസിൽ നിന്നും ഈ കേട്ട ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് മനുഷ്യൻ്റെ ഹൃദയത്തിന് അതിപ്രാധാന്യമുണ്ട് എന്നുള്ളത്. അവൻ്റെ വിജയ പരാജയം തീരുമാനിക്കുന്ന വിഷയത്തിൽ, നല്ല വഴിക്ക് തിരിക്കുന്നതിലും ചീത്ത ഭാഗങ്ങളിലേക്ക് തിരിക്കുന്ന കാര്യത്തിൽ സ്വാധീനം ഈ ഹൃദയത്തിനാണ്. അതിൻ്റെ സ്വാധീനത്തിനനുസരിച്ചായിരിക്കും അവൻ്റെ മറ്റുള്ള അവയവങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നത്. നല്ല ഭാഗത്തേക്കാണെങ്കിൽ അങ്ങനെ, ചീത്ത ഭാഗത്തേക്കാണെങ്കിൽ അങ്ങനെ. അവൻ്റെ ഹൃദയത്തിൻ്റെ ചലനം എന്താണ്, അതിൽ മിന്നിമറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ജൗസി, ഇബ്നു ഹസ്ം പോലത്തെ പ്രമുഖരായ പണ്ഡിതന്മാർ മറ്റുള്ളവരുമുണ്ട്. പക്ഷെ ഈ പറയുന്നവരൊക്കെ പ്രത്യേകിച്ച് മനുഷ്യഹൃദയത്തിനെക്കുറിച്ചും അതിൻ്റെ ചാഞ്ചാട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ വിചാരങ്ങളെക്കുറിച്ചും അതിൽ മിന്നിമറിയുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ ഇടക്കും തലക്കും ഹൃദയത്തിൻ്റെ സ്വാധീനം, അതിൻ്റെ പ്രാധാന്യം, അതിന് നാം പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിനെക്കുറിച്ച് എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ ഫി മസാഇദി അശ്ശൈത്വാൻ, മനുഷ്യരെ പിശാചുകൾ കണിവലയിൽ ചാടിക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് ഈ പറയുന്ന നിസ്സഹായരായ ആളുകൾക്കുള്ള സഹായം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ കിതാബിൽ അദ്ദേഹം ഒരിക്കൽ പറയാണ്, അൽ ഇൻഖിസാമുൽ ഖുലൂബി ഇലാ സഹീഹിൻ വ സഖീമിൻ വ മയ്യിത്ത്. മനുഷ്യരുടെ ശരീരത്തെ പോലെ തന്നെ ഹൃദയങ്ങൾ നല്ല പൂർണ്ണമായ ആരോഗ്യത്തിൻ്റെ ഉടമയായ ഹൃദയങ്ങളുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ ഖൽബുൻ സലീം, അതിന് സഹീഹ്, സലീം എന്നൊക്കെ പറയും, ആ പേരിലുള്ളതുണ്ടാകും. അതേപോലെ തന്നെ രോഗാതുരമായ ഹൃദയത്തിൻ്റെ ഉടമകളുണ്ടാകും, ചത്ത മനസ്സിൻ്റെ ഉടമകളും ഉണ്ടാകും. ഖൽബുൻ മയ്യിത്ത്, ജീവനില്ലാത്തത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, അൽ ഖൽബു അസ്സലീമു അസ്സഹീഹ് ഹുവ അല്ലദീ ലാ യൻജു യൗമൽ ഖിയാമത്തി ഇല്ലാ മൻ അത്തല്ലാഹ ബിഹി. ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ഇങ്ങനത്തെ പൂർണ്ണമായ ആരോഗ്യമുള്ള പാപമുക്തമായ സലീമായ ഹൃദയം കൊണ്ട് വന്ന ആൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അത് വഹുവല്ലദീ ഖദ് സലിമ മിൻ കുല്ലി ശഹവത്തിൻ തുഖാലിഫു അംറല്ലാഹി വനഹിയ. അല്ലാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായ ആശയക്കുഴപ്പങ്ങൾ, ഷിർക്ക് അതിൽപ്പെടും, ബിദ്അത്ത് അതിൽപ്പെടും, ലലാലത്ത് അതിൽപ്പെടും, വഴികാട് ഖുറാഫാത്തുകളൊക്കെ അതിൽപ്പെടുന്ന ശുബഹാത്തുകൾ എന്ന് പറയുന്നതിൽ നിന്ന് സുരക്ഷിതമായിരിക്കണം. അതേപോലെ തന്നെ വമിൻ കുല്ലി തയ്യിബ്, ഈ പറയുന്ന ശുബഹാത്തുകൾ, വമിൻ കുല്ലി ശഹവത്തിൻ തുഖാലിഫു അംറല്ലാഹി വനഹിയഹു, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഇച്ഛകൾ, താല്പര്യങ്ങൾ, അവൻ്റെ വയറിൻ്റെ ഇച്ഛകളുണ്ടാകും, സമ്പത്തും മറ്റുള്ള കാര്യങ്ങൾ, അവൻ്റെ ഫർജിൻ്റെ ഇച്ഛകളുണ്ടാകും, ഹറാമായ മറ്റുള്ള കാര്യങ്ങളും തോന്നലുകളും വിഷയങ്ങളും. പൂർണ്ണമായ അവൻ്റെ ദേഹ ഇച്ഛയിൽ നിന്ന് സുരക്ഷിതമായിരിക്കണം. വ സലിമ മിൻ തഹ്കീമി ഗൈരി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളല്ലാതെ അവൻ്റെ ജീവിതത്തിൽ വിധികർത്താവായി സ്വീകരിക്കാനും പാടില്ല. ഇങ്ങനത്തെ സുരക്ഷിതമായ ഹൃദയത്തിൻ്റെ ഉടമ, ആ ഹൃദയത്തിനാണ് ഖൽബുൻ സലീം, ഖൽബുൻ സഹീഹ് എന്നൊക്കെ പറയാം. ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ഫില്ല, അവൻ്റെ ചിന്ത മുഴുവനും അള്ളാഹുവിലായിരിക്കും. ഹുബ്ബുഹു കുല്ലുഹു ലഹു, അവൻ ഇഷ്ടപ്പെടുന്നത് മുഴുവനും അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കും. വഖസ്ദുഹു ലഹു, അവൻ്റെ നിയ്യത്ത് മുഴുവനും അള്ളാഹുവിനെക്കുറിച്ചും അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. വബദനുഹു ലഹു, അവൻ്റെ ശരീരം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാണ്. വഅഅമാലുഹു വനൗമുഹു വയഖളതുഹു വഹദീസുഹു, അവൻ്റെ സംസാരം, അവൻ്റെ ഉണരൽ, അവൻ്റെ ഉറക്ക്, അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ ശരീരം, അത് മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. വൽ ഹദീസു അൻഹു,
അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം അഷ്ഹാ ഇലൈഹി മിൻ കുല്ലി ഹദീസ്, ഈ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും അവന് ഇഷ്ടപ്പെട്ടതായിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് പറയുക, റസൂലിനെ കുറിച്ച് പറയുക, ദീനിനെ കുറിച്ച് പറയുക, അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതിൻ്റെ സദസ്സിൽ പങ്കെടുക്കുക, അതായിരിക്കും ഈ മനുഷ്യന് ഏറ്റവും രുചികരമായ, അവന് ഏറ്റവും ആശിക്കുന്ന കാര്യം അതായിരിക്കും. വഅഫ്കാറുഹു തഹൂമു അലാ മറാദിഹി വമഹാബി, അവൻ്റെ ചിന്ത മുഴുവനും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ എങ്ങനെ കഴിയുക, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു ചിന്തയിൽ ജീവിക്കുന്നു നമ്മളെല്ലാവരും. അതല്ലെങ്കിൽ പലരും നിസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയായി പറയുന്ന ഒരു ദുആയാണ് വജ്ഹത്തു വജ്ഹി തുടങ്ങിയിട്ട് അതിൽ പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറച്ചിൽ നമ്മൾ പലരും അത് പറയും. എൻ്റെ ജീവിതം, എൻ്റെ മരണവും, എൻ്റെ നിസ്കാരവും, എൻ്റെ മറ്റുള്ള ഇബാദത്തും എൻ്റെത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ് എന്ന് പറയുക, അത് സാക്ഷാത്കരിക്കുകയും ചെയ്യുക. ഇതാണ് യഥാർത്ഥ സലീമായ സ്വഹീഹായ മനസ്സിൻ്റെ ഉടമയായ മനുഷ്യൻ. രണ്ടാമത്തത് ചത്ത ഹൃദയത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് ലാ ഹയാത ബി, അതിലൊരു ജീവനുമില്ല. ഫഹുവ ലാ യഅരിഫു റബ്ബഹു, അവൻ്റെ റബ്ബിനെ അവൻ അറിയുന്നില്ല. കുഫാറുകൾ, ഫുജാറുകൾ. വലാ യഅബുദുഹു ബി അംരി, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇബാദത്തില്ല. വമാ യുഹിബ്ബുഹു വയർലാ, അള്ളാഹുവിൻ്റെ കൽപ്പനയും അവൻ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യങ്ങളനുസരിച്ച് ഇബാദത്തില്ല. ബൽ ഹുവ വാഖിഫുൻ മഅ ശഹവാതിഹി വലദ്ദാതി, അവൻ്റെ ഇച്ഛകളും അവൻ്റെ ദേഹ ഇച്ഛകളും അവൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അവൻ്റെ ശരീരം ആശിക്കുന്നതിൻ്റെ കൂടെയാണ് അവൻ്റെ ജീവിതം മുഴുവനും. അവൻ നിൽക്കല്ല. വലൗ കാന ഫിഹാ സഖതു റബ്ബിഹി വഗളബി, അള്ളാഹുവിന് വെറുപ്പുണ്ടോ ദേഷ്യമുണ്ടോ അങ്ങോട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നേല. അൽ ഹവാ അമാമഹു, ദേഹ ഇച്ഛ അവൻ്റെ മുന്നിലാണ്. വശഹവത്തു ഖായിദുഹു, അവൻ്റെ ദേഹ ഇച്ഛയാണ് അവനെ കയ്യും പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത്. വൽ ജഹലു സായിസുഹു, അവനിൽ ഭരണം നടത്തുന്നത് വിഡ്ഢിത്തരമാണ്. ദീനോ അറിവോ ഖുർആനോ സുന്നത്തോ അതിൻ്റെ അധ്യാപനങ്ങളില്ല തന്നെ. വൽ അമഹു മർക്കബുഹു അന്ധത, വൽ ഗഫലത്തു മർക്കബുഹു അശ്രദ്ധ, അതാണ് അവൻ്റെ വാഹനം. അദ്ദുനിയാ തുസ്ഖിതുഹു വതുർലി, ദുനിയാവിൽ കിട്ടിയാൽ തൃപ്തിപ്പെടും, ദുനിയാവിൽ എന്തേലും കുറഞ്ഞാൽ ദേഷ്യപ്പെടും. ഇതേമാതിരിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കുക അവൻ്റെ ഹൃദയം ചത്ത് കിടക്കുകയാണ്, ജീവനില്ലാതെ. മൂന്നാമത്തെ ഹൃദയം ലഹു ഹയാത്തുൻ വബിഹി ഇല്ല, അവനൊരു ഭാഗത്തിൽ കൂടെ ജീവനുണ്ട്, ആരോഗ്യപരമായ കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ രോഗവുമുണ്ട്. ഫലഹു മാദ്ദത്താനി തമുദ്ദുഹു ഹാദിഹി മർറത്തൻ വഹാദിഹി ഉഖ്റ, രണ്ടുമുണ്ട്. ആരോഗ്യപരമായിട്ട് ജീവനുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്, അതേപോലെ തന്നെ അവരിൽ ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളുമുണ്ട്. വഹുവ ലിമാ ഗലബ അലൈഹി മിൻഹുമാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇഷ്ടം തൃപ്തിപ്പെട്ട കാര്യങ്ങളും അതിനാണ് സ്വാധീനം എന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ട് അവൻ മികച്ചു നിൽക്കും കുറച്ചുകൂടി. അതെല്ലാം അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളും ദേഹ ഇച്ഛകളുമാണ് അവനിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവന് അധപ്പതനങ്ങളും പതർച്ചയും തകർച്ചയും ഉണ്ടാകും ചെയ്യും. ഇങ്ങനത്തെ ആൾ ഫഫീഹി മിൻ മഹബ്ബത്തില്ലാഹി തആല, ആ വ്യക്തിയിൽ അള്ളാഹുവിനുള്ള സ്നേഹമുണ്ട്. വൽ ഈമാനി ബിഹി വൽ ഇഖ്ലാസി ലഹു, അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ട്, നിഷ്കളങ്കതയുണ്ട്. വത്തവക്കുലു അലൈഹി, അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കലുണ്ട്. മാഹുവ മാദ്ദത്തു ഹയാത്തി, അതൊക്കെ അവൻ്റെ ഈമാനിൻ്റെ, അവൻ്റെ ഹൃദയത്തിൻ്റെ ജീവൻ കിട്ടാനുള്ള കാര്യങ്ങളാണ്. എന്നാൽ വഫീഹി മിൻ മഹബ്ബത്തി ഷഹവാത്തി, അവൻ്റെ ദേഹ ഇച്ഛയോടുള്ള ഇഷ്ടങ്ങളും ലക്ഷ്യങ്ങളും താല്പര്യങ്ങളുണ്ട്. അസൂയയുണ്ട്, അഹങ്കാരമുണ്ട്, താൻപരിമയുണ്ട്, അശ്രദ്ധയുണ്ട്. ഇങ്ങനത്തെ തെറ്റായ രോഗാതുരമായ ചില കാര്യങ്ങളും വൈറസുകളും അവനിലുണ്ട്. മാഹുവ മാദ്ദത്തു ഹലാക്കിഹി, അവൻ്റെ രോഗത്തിൻ്റെ, അവൻ്റെ നാശത്തിൻ്റെ കാരണങ്ങളായ വിഷയങ്ങളുണ്ട്. ഒരു പക്ഷേ പൂർണ്ണമായി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരെയും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരവസ്ഥയിൽ ഒരു ഭാഗത്തിൽ കൂടെ രോഗമുണ്ട്, ഒരു ഭാഗത്തിൽ കൂടെ അതിന് ആരോഗ്യത്തിൻ്റെ കുറച്ച് ഘടകങ്ങളുമുണ്ട്. ഈ ഒരവസ്ഥയിലാകാനാണ് സാധ്യത. അല്ലാഹു ആലം, ആളുടെ മനസ്സ് എനിക്കറിയുകയില്ല. അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, രണ്ടാമത് ഇതാണ് മനുഷ്യരായ ആളുകളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ. ഒന്നിരിക്കൽ പൂർണ്ണമായ പ്രവാചകന്മാരുടെ ഹൃദയം, അതേപോലെ തന്നെ വലിയ വലിയ ഉലമാക്കളുടെ ഹൃദയങ്ങൾ, അവർ ഈ പറയുന്ന ആരോഗ്യത്തിൻ്റെ ഉടമകളായിരിക്കും. തെറ്റായ പാപകരമായ ഇതുപോലത്തെ ചിന്തകളോ കാര്യങ്ങളോ വരുമ്പോഴേക്ക് അതിനെ തകർക്കാവുന്ന ഇൽമും ഈമാനും തഖ്വയും സൂക്ഷ്മതയും അവരിലുണ്ടാകും. നേരെ മറിച്ച് കുഫാറുകളാണെങ്കിൽ അവർ ഇതുപോലെ ചത്ത ഹൃദയത്തിൻ്റെ ഉടമകളാണ്. ഇസ്ലാമിൻ്റെ, ദീനിൻ്റെ, ഖുർആനിൻ്റെ, പ്രവാചകന്റെ യാതൊരു കാര്യങ്ങളും അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാത്ത പിശാചിന് അവൻ അതിൽ സദാസമയവും അവിടെ താമസിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കും.
സാധാരണയുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ത്വാഅത്തോടും അവന് താല്പര്യമുണ്ടാകുമെങ്കിൽ പോലും അറിവിൻ്റെയും ഈമാനിൻ്റെയും കുറവുകൾ കാരണം അവനെ പല സമയങ്ങളിലും പിശാച് സ്വാധീനിക്കുകയും അപകടത്തിൽപ്പെടുത്താനും സാധ്യത കൂടുതലാണ് താനും. രണ്ടാമത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, ജിമാഉ തുറുഖി വൽ അബ്വാബി അല്ലത്തി യുസാബു മിൻഹൽ ഖൽബു വജുനൂദുഹു അർബഅ. മനുഷ്യഹൃദയത്തിന് രോഗം വരാനുള്ള, അതിന് ആരോഗ്യം വരാനുള്ള കാര്യങ്ങൾ 4 എണ്ണമാണ്. ശേഷം പറയുന്ന 4 കാര്യങ്ങളിൽ ഒരാൾ ശ്രദ്ധ പതിപ്പിച്ചാൽ അവന് നല്ല നിലക്ക് മുന്നോട്ട് പോകാനും ഉയരാനും കഴിയും. നേരെ മറിച്ച് ശേഷം വരുന്ന ഈ 4 കാര്യങ്ങളിൽ ഒരാൾ വീഴ്ച വരുത്തിയാൽ അവൻ അധപ്പതനത്തിന്റെ പടുകുഴിയിൽ ചെന്ന് ചാടാനും കഴിയും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും അതിന്റെ കാവൽക്കാരായ സൈന്യങ്ങൾക്കും അതിലേക്ക് ഒരു മനുഷ്യന് വരുന്ന കാര്യങ്ങൾ അതിന്റെ 4 വഴികളാണ്. ഫമൻ ലബതഹ വ അദ്ദലഹ, ഒരാൾ അത് കൃത്യമായി ഒന്ന് ശ്രദ്ധിച്ച് അത് ശരിയാക്കിയാൽ, വ അസ്ലഹ മജാരിഹ, അതിന്റെ സഞ്ചാരപാത അവൻ കുറ്റമറ്റതാക്കിയാൽ, വസറഫഹ ഫീ മഹാലിഹ അല്ലായിഖതി ബിഹ, അവനോട് യോജിച്ച നല്ല വഴിയിലേക്ക് തിരിച്ചാൽ, ലുബിതത് വ ഹുഫിളത് ജവാരിഹു, അവന്റെ അവയവങ്ങളെ നിയന്ത്രിക്കാനും സംരക്ഷിക്കാനും കഴിയും. വലം യശ്മിത് ബിഹി അദുവുഹു, അവന്റെ ശത്രുവായ ഇബ്ലീസോ അവന്റെ വൃത്തികെട്ട ശരീരമോ അതല്ലെങ്കിൽ ദുഷിച്ച കൂട്ടുകെട്ടുകളോ സാമൂഹിക സാഹചര്യങ്ങളോ ഒന്നിനും അവനെ എന്തെങ്കിലും ചെയ്ത് പരാജയപ്പെടുത്തി നേടാൻ കഴിയൂല. വഹയ്യ അൽ ഹിർസു വശഹ്വത്തു വൽ ഗളബു വൽ ഹസദ്, ഈ 4 കാര്യങ്ങൾ അതിൽ കൂടിയാണ് മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുക. ഒന്നാമത്തത് ഹിർസ് എന്നുള്ളത് ആർത്തിയാണ്. ആർത്തി ഒരാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഹിർസാണെങ്കിൽ ഈ ഹിർസ് അലാമാ യൻഫഉ, ഇബാദത്തിന്റെ കാര്യത്തിൽ ഹിർസ് വെച്ചോ, ഇൽമു പഠിക്കുന്ന കാര്യത്തിൽ ഹിർസ് വെച്ചോ, ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ ഹിർസ് കാണിച്ചോ, ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിൽ ഹിർസ് കാണിച്ചോ. നല്ല കാര്യങ്ങളിൽ ഹിർസ് ചെയ്യുക, അത്യാർത്തി ഉണ്ടാകുക, ആഗ്രഹം വെക്കുക, അത് നല്ലതാണ്. ആ കാര്യത്തിൽ ഒരാൾ അതിന് സ്വാധീനം കൊടുത്തുകൊണ്ട് അതിൽ മുന്നോട്ട് പോകും തോറും അവൻ ഉയർന്ന് അവന്റെ ഈമാനും അവന്റെ പദവിയും അത് ഉയർന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ഒരാൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ ഹിർസ് കാണിച്ചാലോ, ലുബ്ധത കാണിച്ചു, സമ്പത്തിനോട് എന്തെന്നില്ലാത്ത ആർത്തിയാണ്, ലുബ്ധത കാണിച്ചു, അവന് ദുന്യവിയായ ഇച്ഛകളിലും ദേഹത്തിന്റെ ശരീരത്തിന്റെ താല്പര്യങ്ങളിൽ എന്തെന്നില്ലാത്ത ഹിർസാണ്, അതിനനുസരിച്ച് അതിന്റെ പിന്നിൽ കൂടെ പോയാൽ അവൻ അധപ്പതനത്തിലേക്ക് അത് കൊണ്ടു ചെന്നെത്തിക്കും. രണ്ടാമത്തെ ഷഹ്വത്താണ്, ആഗ്രഹങ്ങളാണ്. സമ്പത്തിനോട് നമുക്ക് താല്പര്യമുണ്ടാകും, അതേപോലെ തന്നെ വിവാഹത്തിനോട് നമുക്ക് താല്പര്യമുണ്ടാകും, ഭക്ഷണത്തിനോട് നമുക്ക് താല്പര്യമുണ്ടാകും, സ്ഥാനമാനങ്ങളോട് താല്പര്യം. അതിന്റെ നിയന്ത്രണത്തിൽ ഒരാൾ കൊണ്ടുപോയാൽ, ഹലാലായ നിലക്ക് ശരീരത്തിന് കൊടുക്കേണ്ടുന്ന പരിധിയും കണക്കും നിയന്ത്രിച്ചുകൊണ്ട് ഒരാൾ അവന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചാൽ അവനതിൽ നിന്ന് ഉയർന്ന വിധാനത്തിലേക്കും പദവിയിലേക്കും എത്താൻ കഴിയും. വിവാഹ ജീവിതം ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവാഹ ജീവിതം അത് അനുവദിച്ചതാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛയിൽപ്പെട്ട കാര്യവുമാണ്. അത് അനുവദനീയമായ മാർഗത്തിൽ കൂടെ ഒരാൾ അവന് കൊടുത്താൽ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, അത് നിയന്ത്രിച്ചു കൊണ്ടുപോകുകയാണെങ്കിൽ അതവന് സൽക്കർമ്മങ്ങളിലേക്ക് സഹായികളായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. നേരെ മറിച്ച് മറ്റ് പല മതത്തിലുമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ദീനിന്റെ വക്താക്കൾ, വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിയമങ്ങൾ പറഞ്ഞ് ശരീരത്തിന്റെ ആ ഇച്ഛ പൂർത്തീകരിക്കാതെ അവർ അതിനെ നിയന്ത്രിച്ചു വച്ചപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ മറ്റ് തെറ്റായ കാര്യങ്ങളിൽ അവർ ചെന്നകപ്പെട്ടത് പലതും നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ്. ഓരോ വിഷയത്തിലും സമ്പത്ത് നമുക്ക് ആവശ്യമുള്ളതാണ്, നമുക്ക് ഇച്ഛയുള്ളതാണ്, അതിനോട് അത് അനുവദനീയമായ നിലക്ക് ഹലാലായ ഒരു സമ്പത്ത് ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ കയ്യിലുണ്ടെങ്കിൽ നിഅമൽ മാലു സ്വാലിഹു ഇൻദ റജുലി സ്വാലിഹ്, സാലിഹായ മനുഷ്യന്റെ കയ്യിൽ ഹലാലായ സമ്പത്ത് അത് വളരെ നല്ലതാണ്, ദീനിലും ദുനിയാവിലും അവന് ഉയരാൻ പറ്റുന്നത് എന്നതുപോലെ. അതേപോലെ തന്നെ മൂന്നാമത്തെ ഗളബാണ്, ദേഷ്യമാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അതിൽ ഒരാൾ കൈവെക്കുന്നത് കണ്ടാൽ ഒരു വ്യക്തിക്ക് അവന്റെ അധികാരവും അവന്റെ സ്വാധീനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ അവന് ദേഷ്യം പിടിക്കാവുന്നതാണ്. പറ്റൂലേ? ഒരാൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ ഒരു ചെയ്തോട്ടെ, ഒരു കുട്ടിയാളല്ലേ, ഒരു സ്നേഹനിധിയായ പിതാവായി കണ്ടതൊക്കെ കൂട്ടാനും കണ്ടത് ചെയ്യാനും, ഭരണാധികാരിയാണെങ്കിൽ അധികാരമുള്ള ഒരാളാണെങ്കിൽ തെറ്റായ കാര്യങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ദേഷ്യം പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അതായിരുന്നു. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അവിടെ പ്രവാചകന്റെ മുഖത്ത് അവിടുത്തെ അനുചരന്മാർക്കും വീട്ടുകാർക്കും അത് അനുഭവപ്പെടലുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ മഹാരിമുകൾ ഹറാമാക്കിയ കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടാൽ അവിടെ ദേഷ്യം പിടിക്കണം.
അത് നല്ലത് എന്ന് മാത്രമല്ല, അത് ഇബാദത്താണ്. അത് ആ മനുഷ്യന്റെ ഈമാനിന്റെ പേര് അറിയിക്കുന്നതാണ്. അതിന്റെ പരിധിയും അതിന്റെ വിധാനങ്ങളും അതൊക്കെ അവൻ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ ദേഷ്യം വെക്കണം. നേരെ മറിച്ച് ദുന്യവിയായ കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങളിലാണെങ്കിൽ തൊട്ടതിന് മുഴുവൻ ദേഷ്യം പിടിക്കുക എന്ന് പറയുന്നത് അത് തെറ്റായ കാര്യമാണ്. ആ ദേഷ്യത്തിന്റെ പിന്നിൽ ഒരാൾ പോകാൻ പാടില്ലാത്തതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അവിടെ ദേഷ്യം കാണിക്കും. നേരെ മറിച്ച് പ്രവാചകൻ ആരെങ്കിലും വാക്കുകൊണ്ടോ നോക്കൊണ്ടോ ഉപദ്രവിക്കുക ദുന്യാവിന്റെ കാര്യങ്ങളാണെങ്കിൽ അവരോട് വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പ് ചെയ്യാനും നിൽക്കുമായിരുന്നു. അപ്പൊ അവിടെ നിയന്ത്രണമാണ്. അതേപോലെ വൽ ഹസദ്, അസൂയ എന്ന് പറയുന്നതിന്റെ ആ ഭാഷ, ആ വാക്കിന്റെ അർത്ഥത്തിൽ കൂടെ മറ്റൊരാൾക്ക് ലഭിച്ചതുപോലത്തെ നിഅമത്ത് എനിക്കും ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് ഇൽമിന്റെ കാര്യത്തിലാണെങ്കിലും സമ്പത്ത് ഹലാലായ മാർഗത്തിൽ ചെലവാക്കുന്ന കാര്യത്തിലാണെങ്കിലും ലാ ഹസദ ഫിത്നതൈൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയാണ് ഹദീസ്. രണ്ട് കാര്യത്തിൽ അസൂയയില്ല. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇൽമ് നൽകിയിട്ടുണ്ട്. ആ ഇൽമ് അവൻ അതനുസരിച്ച് നല്ല നിലയ്ക്ക് അമൽ ചെയ്യുന്നു. ആളുകൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. എനിക്കും അതുപോലെ ഇൽമ് ലഭിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു, നമുക്കതുപോലെ ആഗ്രഹിക്കാവുന്നതാണ്. ഒരാള് അതേപോലെ തന്നെ ഹലാലായ നിലയ്ക്ക് സമ്പത്ത് ലഭിച്ചിട്ടുണ്ട്. ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ വ്യയം ചെയ്യുന്നു, ദാനധർമ്മം ചെയ്യുന്നു, ചെലവാക്കേണ്ട നല്ല മാർഗങ്ങൾ ചെലവാക്കുകയാണെങ്കിൽ എനിക്കും അതുപോലെ സമ്പത്ത് ലഭിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതുപോലെ സൽക്കർമ്മത്തിന്റെ നല്ല ഭാഗങ്ങളിൽ എനിക്കും ചെലവാക്കാമായിരുന്നു, ആഗ്രഹിക്കാവുന്നതാണ്. അതിന് വിമർശനമില്ല, അത് കുറ്റപ്പെടുത്തപ്പെട്ടതല്ല. അസൂയ, ഹസദ് എന്നുള്ള വാക്കിൽ കൂടെ ഭാഷാപരമായിട്ട് അതിനെ വിശേഷിപ്പിക്കാവുന്ന. നേരെ മറിച്ച് തന്റെ സഹോദരന് ലഭിച്ച നിഅമത്തുകൾ നീങ്ങിപ്പോകാനും എന്തുകൊണ്ട് അള്ളാഹു അവന് കൊടുത്തു എന്നെ മാത്രം തഴഞ്ഞു എന്നുള്ള ധിക്കാരപരമായ വിമർശനപരമായ ആ മനസ്സോടെ കൂടെയുള്ള ഹസദാണ് എങ്കിൽ ആ അസൂയ മനുഷ്യനെ അധപ്പതനത്തിന്റെ പടുകുഴിയിൽ കൊണ്ടുപോയി തള്ളും. അവന്റെ സൽക്കർമ്മങ്ങൾ അവന് നഷ്ടപ്പെട്ടുകൊണ്ട് പരാജയപ്പെടാൻ അത് കാരണമാവുകയും ചെയ്യും. അപ്പൊ ഇത് ഈ പറയുന്ന 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഈ പറയുന്ന 4 കാര്യങ്ങൾ അതിലൊരാൾക്ക് കൃത്യത പാലിക്കാൻ കഴിഞ്ഞാൽ, ഒന്നാമത് പറഞ്ഞ ഹിർസാണ്, രണ്ടാമത്തത് ഇച്ഛകളാണ്, താല്പര്യങ്ങൾ, മൂന്നാമത്തത് ദേഷ്യമാണ്, നാലാമത്തത് അസൂയാണ്. ഇതിൽ നിയന്ത്രണം വരുത്താൻ തയ്യാറാകുക. നല്ല ഭാഗങ്ങളിലേക്കാണെങ്കിൽ ഹിർസ് നമുക്ക് ആവശ്യമാണ്, ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നമുക്ക് ആവശ്യമാണ്, അതേപോലെ ദേഷ്യം നമുക്ക് ആവശ്യമാണ്. ഈ പറയുന്ന ഗിബ്തത്ത് എന്ന് പറയുന്ന എനിക്കും അതുപോലെ ലഭിച്ചെങ്കിൽ എന്ന് പറയുന്ന അത് നമുക്ക് ആവശ്യമുള്ളതാണ്. തെറ്റായ കാര്യങ്ങളാണെങ്കിൽ ഈ പറയുന്ന ആർത്തിയും ഇച്ഛകളും ദേഷ്യവും അസൂയും അത് ഒഴിവാക്കേണ്ടതാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, അദ്ദേഹത്തിന്റെ അത്തിബിയാനു ഫീ ഐമാനിൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബിൽ നിന്നുള്ള ഉദ്ധരണികളാണ് ഇതൊക്കെ. ഫഹാദിഹിൽ അർബഅ, ഈ 4 കാര്യങ്ങൾ ഹിയ ഉസൂലു മജാമിഇ തുറുഖിശ് ശർരി വൽ ഖൈർ, നന്മയുടെയും തിന്മയുടെയും വഴികൾ കേന്ദ്രീകരിക്കുന്ന അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഈ 4. വകമാ ഹുവ തുറുഖുൻ ഇലൽ അദാബിസ് സർമദി, ഈ പറയുന്നതിൽ നിയന്ത്രണമില്ലാതെ പോയാൽ ഒരു വ്യക്തിയെ കാലാകാലത്തെ പരാജയത്തിലേക്ക് അവനെ ഇത് കൊണ്ടുപോയി ശിക്ഷയിലേക്ക് കൊണ്ടുപോയി തള്ളാം. അതേപോലെ ഫഹിയ ത്വരീഖുൻ ഇലൻ നഈമിൽ അബദി, നല്ല നിലക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിനെ നിയന്ത്രിച്ച് നല്ല വഴിയിലേക്ക് ഇതിനെ തിരിച്ചുവിട്ടാൽ ആ മനുഷ്യന് കാലാകാലത്തെ അനുഗ്രഹത്തിൽ അവനെ ഇത് എത്തിക്കുകയും ചെയ്യും. തുടർന്നുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും, മനുഷ്യ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും. അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് എടുത്ത് എഴുതിയതല്ല, പരിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെ ഒക്കെ പിൻബലത്തിൽ എഴുതിയതാണ്. വസദഉൽ ഖൽബി ബി അംറൈൻ, മനുഷ്യ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കൽ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ബിൽ ഗഫലത്തി വദ്ദംബ്, ഒന്ന് അശ്രദ്ധ, ശ്രദ്ധയില്ലാതെ ഒരു ബോധമില്ലാതെ അങ്ങനെ പോകുന്ന അവസ്ഥ. മറ്റൊന്ന് പാപങ്ങൾ, തെറ്റുകൾ. വജലാഉഹ ബിശൈഇൻ, അങ്ങനെ തുരുമ്പ് പിടിച്ച ഹൃദയമാണെങ്കിൽ, തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്ന ഇരുമ്പിന്റെ അതല്ലെങ്കിൽ മറ്റുള്ള ലോഹങ്ങൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ, കണ്ണാടി ചില്ലുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും. ഇതിന്റെ മേലെ അറിയിക്കുന്ന ഹദീസുകൾ വന്നതാണ്. അങ്ങനെ ആ പറയുന്ന തുരുമ്പിനെ തെളിയിച്ച് വൃത്തിയാക്കിയിട്ട് അതിനെ ഏറ്റവും വൃത്തിയുള്ള രൂപത്തിലേക്കാക്കാൻ 2 കാര്യങ്ങൾ കൊണ്ട് കഴിയും. ഒന്ന് ബിൽ ഇസ്തിഗ്ഫാരി വദ്ദിക്ർ, ഇസ്തിഗ്ഫാർ ചെയ്യുക, നിരന്തരം ഇസ്തിഗ്ഫാർ. മറ്റൊന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, പരിശുദ്ധ ഖുർആൻ പാരായണം അതിൽപ്പെടും, മറ്റുള്ള അദ്കാറുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് അടക്കമുള്ള അദ്കാറുകൾ ആ പറയുന്നത് കൊണ്ട് കഴിയും. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു വാക്ക്, എൻ്റെ മനസ്സിൽ ചില പ്രയാസങ്ങൾ, ഇൽമിയായിട്ടോ ദീനിയായിട്ടോ ദുന്യവിയായിട്ടോ ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ ഞാൻ പള്ളിയിലായിരിക്കും, ചിലപ്പോൾ ഞാൻ
പിന്നെ അങ്ങാടിയിലായിരിക്കും, ചിലപ്പോൾ വഴിയിലായിരിക്കും. അങ്ങനെ ഒരു 10,000 പ്രാവശ്യമോ അതിലേറെ പ്രാവശ്യമോ ആ ഒരു വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ മനസ്സിന് സ്വസ്ഥതയ്ക്ക് ഒരു തെളിവന്ന് പരിഹാരത്തിന് വേണ്ടി 1000 അതിലേറെ പ്രാവശ്യമോ ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യലുണ്ടായിരുന്നു ഒരൊറ്റ വിഷയത്തിന്. അതിലേറെ കൂടുതൽ എണ്ണാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പോലും എനിക്ക് സംശയമാണ്. 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ അത് വച്ചിരുന്നു. ഒരു ദിവസത്തിൽ ഒരു വിഷയത്തിൻ്റെ പേരിൽ മാത്രം എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ വീട്ടിലോ വഴിയിലോ അങ്ങാടിയിലോ എവിടെയാണെങ്കിലും ഈ പറയുന്ന 1000 അതിലേറെ പ്രാവശ്യം ഞാൻ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നിർവഹിക്കുമായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ആശ്വാസവും പരിഹാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യുമാറായിരുന്നു. അപ്പോൾ ഹൃദയത്തിന് പിടിച്ച ഈ തുരുമ്പിൽ നിന്ന് പരിഹാരം ഇസ്തിഗ്ഫാറും ദിക്റും. ഫമൻ കാനത്തിൽ ഗഫലതു അഗ്ലബ ഔഖാതിഹി, ഒരു മനുഷ്യന്റെ മുഖ്യമായ സമയവും കൂടുതൽ സമയവും അവൻ അശ്രദ്ധയിലാണ് ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ കാന സ്വദഉ മുതറാകിബൻ അലാ ഖൽബിഹി, ഈ പറയുന്ന തുരുമ്പ് അവൻ്റെ ഹൃദയത്തിൻ്റെ മുകൾ അതിൽ ഒരു മൂടി പോലെ മൂടി കിടക്കുന്നൊരവസ്ഥയിലായിരിക്കും, കുമിഞ്ഞുകൂടിയതായിരിക്കും. വസ്വദഉഹു ബിഹസബി ഗഫലതി, അവൻ്റെ ആ പറയുന്ന തുരുമ്പ് അവൻ്റെ അശ്രദ്ധക്കനുസരിച്ചാണ്. വഇദാ സ്വദഅൽ ഖൽബ്, ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചാൽ ലം തൻതബി ഫീഹി സുവറുൽ മഅലൂമാതി അലാ മാ ഹിയ അലൈ, അവൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന വിവരങ്ങൾ യഥാർത്ഥ ശരിയായ നിലക്ക് അവന് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയൂല. അങ്ങനെ വരുമ്പോൾ ഫയറൽ ബാത്തില ഫീ സൂറത്തിൽ ഹഖ്, അസത്യം സത്യത്തിൻ്റെ രൂപത്തിലായിട്ട് അവൻ അനുഭവപ്പെടും. ഇന്ന് നമ്മൾ ഈ തെറ്റുകളായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബിദ്അത്തും ഖുറാഫാത്തൊക്കെ ചെയ്യുന്ന ആളുകളോട് തൗഹീദിനെ കുറിച്ച് പറഞ്ഞാലോ സുന്നത്തിനെ കുറിച്ച് പറഞ്ഞാലോ അവർ നേരെ ഉൾട്ടായിട്ട് മനസ്സിലാക്കും. തൗഹീദിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഔലിയാക്കൾ ഇഷ്ടമല്ലാത്തവരാണ്, സുന്നത്ത് മീലാദ് നബി പോലത്തെ ബിദ്അത്തിനെ കുറിച്ച് നിങ്ങൾ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്, നിങ്ങൾ ഔലിയാക്കളെ സ്നേഹിക്കാത്ത ആൾ. ഇങ്ങനത്തെ മറുപടികൾ കേൾക്കാൻ കാരണം എന്താ? മനുഷ്യന്റെ ഹൃദയത്തിൽ അതിന് മാത്രം ഈ തുരുമ്പ് പിടിച്ചിട്ട് മറ പിടിച്ചിട്ട് സത്യം അസത്യമായിട്ടും അസത്യം സത്യമായിട്ടും വൽ ഹഖ ഫീ സൂറത്തിൽ ബാത്തിൽ, സത്യം ബാത്തിലിന്റെ രൂപത്തിൽ അവർക്ക് അത് അനുഭവപ്പെടും. ലിഅന്നഹു ലമ്മാ തറാകമ അലൈഹി സദഉ, അവന്റെ ഈ ഹൃദയത്തിൽ ഈ തുരുമ്പ് അത് കുമിഞ്ഞുകൂടിയപ്പോൾ അളുലമ, അത് ഇരുൾമുറ്റിയതാണ്. ഫലം തൽഹർ ഫീഹി സുവറുൽ ഹഖായിഖി കമാ ഹിയ അലൈ, സത്യത്തിന്റെ ആ യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥമായി അവൻ അതിൽ മനസ്സിലാകാതെ വന്നു എന്നുള്ളതാണ്. ഒരാളെ മുഖത്ത് കരുവാളിപ്പും കറുത്ത കുത്തുകളും സൗന്ദര്യമില്ലാത്ത അവസ്ഥയും കണ്ടപ്പോൾ അവൻ കണ്ണാടി പോയി ഇടിച്ചു പൊട്ടിച്ചതിൽ നോക്കിയപ്പോൾ അത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, കണ്ണാടിക്കാണ് പ്രശ്നം, എൻ്റെ മുഖം വളരെ സൗന്ദര്യവും അഴകുമുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ സത്യം സത്യമായിട്ടും അസത്യം അസത്യമായിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ വരും. വഇദാ തറാകമ അലൈഹി സ്വദഉ വസ്വദ്, അങ്ങനെ തുരുമ്പ് പിടിച്ചു കറുത്തു പോയാൽ വറകിബഹു റാൻ, റാൻ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുത്തഫിഫീൻ അങ്ങനെ പറയുന്നുണ്ട് റാൻ. ഫസദ തസവ്വുറുഹു വ ഇദ്റാകു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ആ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചീത്തയായി മാറും. ഫലാ യഖ്ബലു ഹഖ്ഖൻ, സത്യം സ്വീകരിക്കാൻ കഴിയൂല. വലാ യുൻകിറു ബാത്തിലൻ, അസത്യം കണ്ടാൽ അതിനെ എതിർക്കാനും തോന്നൂല. വഹാദ അഅ്ളമു ഉഖൂബാത്തിൽ ഖൽബ്, മനുഷ്യ ഹൃദയത്തിന് പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത്. വഅസ്ലു ദാലിക മിനൽ ഗഫല, ഇങ്ങനത്തെ ഒരു ദുരനുഭവം ഒരു വ്യക്തിക്ക് വന്നുപെടുന്നത് അശ്രദ്ധക്കാരനാണ്. വത്തിബാഇൽ ഹവ, ദേഹയിച്ചയോട് പിൻപറ്റുന്നത് കാരണമാണ്. ഫഇന്നഹുമാ യത്മിസാനി നൂറൽ ഖൽബ് വയുഅമിയാനി ബസറഹു, മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രകാശത്തിനെയും അവന്റെ അകങ്കാഴ്ചയെയും അന്ധമാക്കി അത് മൂടിക്കളയും. ഖാലല്ലാഹു തആല വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മളെ സ്മരണയിൽ നിന്ന് ഹൃദയത്തെ നാം അശ്രദ്ധമാക്കിയ ആളുകൾക്ക് നിങ്ങൾ അനുസരിക്കരുത് പ്രവാചകരെ. വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുത, അവൻ അവന്റെ ദേഹയിച്ഛയോട് പിൻപറ്റി കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ നിലക്കാണ് അവൻ്റെത്. ഇങ്ങനത്തെ അശ്രദ്ധയും ദേഹയിച്ഛകളോട് പിൻപറ്റുന്ന ആളുകൾക്ക് അനുസരിക്കാൻ പോകരുത്. അവര് സത്യം അസത്യമായിട്ടും അസത്യം സത്യമായിട്ടൊക്കെ മനസ്സിലാക്കുന്ന ആളുകളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്യുന്ന തെറ്റുകളും പാപങ്ങളും അവരുടെ ഹൃദയങ്ങളിൽ മൂടിയിട്ടിരിക്കുന്നു, അവരുടെ ഹൃദയങ്ങളിൽ മൂടിയിട്ടിരിക്കുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്ത് വിശദീകരിച്ചിട്ട് പറഞ്ഞു, ലൈസൽ അംറു കമാ സഅമു, സത്യനിഷേധികൾ ഖുർആനെയും പ്രവാചകനെയും എതിർക്കുകയും അതിനെ കളവാക്കുകയും ഇത് അള്ളാഹുവിന്റെ ഭാഗത്തിനും സന്ദേശമോ അള്ളാഹു അയച്ച വ്യക്തിയോ അല്ല എന്ന് പറഞ്ഞ് വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനെ ഗണ്ണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കല്ലാ, അവരാ പറയുന്നത് പോലെയല്ല. പക്ഷെ അവർക്ക് അങ്ങനെ തോന്നുകയാണ്, ഖുർആൻ ഇത് കള്ളക്കഥകളാണ് എന്ന് അവർക്ക് തോന്നുകയാണ്.
പ്രവാചകൻ അവരോട് വന്ന് പറയുന്നത് കളവാണ്, അള്ളാഹു അയച്ച സന്ദേശം അയച്ച റസൂലല്ല എന്ന് അവർക്ക് തോന്നുകയാണ്. ഇങ്ങനെ അവർക്ക് തോന്നാനുള്ള കാരണം ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്യുന്ന തെറ്റുകളും പാപങ്ങളും അവരുടെ ഹൃദയങ്ങളിൽ മൂടിയിട്ടിട്ട് സത്യം അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയാത്ത അവസ്ഥയാണ്. ഇതേ രൂപത്തിൽ ഇന്ന് ആരെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പിടിപെട്ട അസുഖവും ഇത് തന്നെയാണ്. അവരുടെ അശ്രദ്ധയും അവരുടെ ദേഹേച്ഛയോടുള്ള പിൻപറ്റിയത് കാരണം, അതിനവർ പ്രാധാന്യം കൊടുത്തത് കാരണം സത്യം പറയുമ്പോൾ അവർക്കത് സ്വീകരിക്കാൻ കഴിയാതെ വരികയാണ്, ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയാണ്. സത്യനിഷേധികളായ മുശ്രിക്കീങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ വഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കലായിരുന്നു, സ്വീകരിക്കുകയില്ലായിരുന്നു. കിബ്ർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബത്തറുൽ ഹഖി വ ഗംതുന്നാസ്, ഹൃദയത്തിന് പിടിപെടുന്ന ഏറ്റവും വലിയൊരു അസുഖമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ് എന്ന് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യത്തെ ധിക്കരിക്കുക, സ്വീകരിക്കാൻ തയ്യാറാവാതെ തള്ള. ആളുകൾ എന്നിലേറെയൊക്കെ നിലവാരം പഠിപ്പും വിവരവും ഒക്കെ കുറവുള്ളവരാണ് എന്നൊരു തോന്നലും താൻപരിമ, ഞാൻ അത്യാവശ്യം തേഞ്ഞ ആള്, എനിക്കാണ് അത്യാവശ്യം പഠിപ്പുള്ള ആള് എന്നുള്ള തോന്നൽ. ഇന്ന് ഈ പറയുന്ന തൗഹീദിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും നമ്മൾ പല ആളുകളോടും പറയുമ്പോൾ, ഇന്നലെയൊക്കെ 1-2 വ്യക്തികളിന് ഈ അനുഭവങ്ങൾ ഉണ്ടായി. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഇത് പറഞ്ഞാൽ അവരുടെ ഇൽമും നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്, നിങ്ങൾ ഈ പറയുന്ന ഔലിയാക്കൾ ഇഷ്ടമില്ലാത്തവരാണ്, നിങ്ങൾ ഏതെങ്കിലും വഹാബിയത്ത് പറയുകയാണ് എന്ന് പറയുന്ന വിമർശിക്കുന്ന വിമർശനങ്ങൾ. സത്യം സ്വീകരിക്കാൻ അവരുടെ മനസ്സ് പാകപ്പെടുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? അഹങ്കാരം പിടികൂടി. ഈ അഹങ്കാരം പിടികൂടിയിട്ട് മനസ്സിന് ഈ പറയുന്ന അന്ധത ബാധിക്കാൻ കാരണം അവർ ചെയ്യുന്ന തെറ്റുകൾ കാരണം അവരുടെ ഹൃദയങ്ങളിൽ റാന അലാ ഖുലൂബി മൂടി വന്ന് അടഞ്ഞതുപോലെയാണ്. അത് തുറക്കാതെ ഈ പറയുന്ന സത്യങ്ങൾ അവരിലേക്ക് കടന്നു ചെല്ലുകയില്ല. റാൻ എന്ന് പറയുന്നത് യാതരി ഖുലൂബൽ കാഫിരീൻ, സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ വന്നുപെടുന്ന ഒരു മൂടിയാണ്, സ്വീകരിക്കാൻ കഴിയാത്ത. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വഇന്നമാ ഹുജിബ ഖുലൂബുഹും അനിൽ ഈമാനി ബിഹി, ഈ പറയുന്ന കാര്യങ്ങൾ ഖുർആനിലും പ്രവാചകൻ വിശ്വസിക്കാതെ അവരുടെ ഹൃദയങ്ങളെ തടയപ്പെട്ടു. മാ അലൈഹാ മിനർ റൈൻ, റാൻ എന്ന് പറയുന്ന ആ റൈൻ, ഈ മൂടി അവരുടെ ഹൃദയങ്ങളിൽ വന്ന് കടന്നത് കാരണമാണ്. ഈ പറയുന്ന മൂടി അതിൽ വന്ന് കടന്ന കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ ഹദീസിൽ, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതിയ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ നുകിത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വന്ന് കുത്തപ്പെടും. വെളുവെളുത്തൊരു വസ്ത്രം എന്ന് വിചാരിക്കുക. ആ വെളുത്ത വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളി വന്ന് വീണാൽ അത് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും, ശ്രദ്ധയിൽപ്പെടും. എന്നതുപോലെ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ ഒരു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ വന്ന് കുത്തപ്പെടും. അങ്ങനെ ഫഇൻ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ്, തെറ്റ് അവൻ ഒഴിവാക്കി ഇസ്തിഗ്ഫാർ ചെയ്തു, തൗബ ചെയ്താൽ സുഖില ഖൽബുഹു, അവന്റെ ഹൃദയം തെളിഞ്ഞു വരും, പൂർവ്വസ്ഥിതിയിലേക്ക് തെളിഞ്ഞ പരിശുദ്ധമായ ഹൃദയമായി വരും. നേരെ മറിച്ച് ഫഇൻ ആദ, അവൻ വീണ്ടും തെറ്റ് ചെയ്തു, ആദ്യം ചെയ്ത തെറ്റിന് ഇസ്തിഗ്ഫാറും തൗബയോട് വന്നിട്ടുമില്ല, രണ്ടാമതും ചെയ്താൽ സീദ ഫിഹ, അവന്റെ ഹൃദയത്തിലുള്ള ആ കറുത്ത പുള്ളി അതിൽ കൂട്ടപ്പെടും. ഹത്താ തഅലുവ ഖൽബുഹു, അങ്ങനെ പിന്നെ അവന്റെ ഹൃദയത്തിൽ അത് മികച്ച് തെറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വാക്കതിലുണ്ട്, നോക്കതിലുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, പാപങ്ങൾ ഇങ്ങനെ വരുന്നു. അതിനനുസരിച്ച് തൗബയും ഇസ്തിഗ്ഫാറും ഇല്ലാതിരിക്കുമ്പോൾ ഈ അശ്രദ്ധമായ ലോകത്തു കൂടി സഞ്ചരിക്കും ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ മൂടിങ്ങനെ അല്പസ്വല്പ ഈ കറുത്ത കുത്തുകൾ പുള്ളികൾ വന്നിട്ട് കറുത്തിരുണ്ടിട്ട് പോകുന്ന അവസ്ഥയിൽ വരും. വേറെ ഹദീസുകൾ കൂടെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുറച്ചുകൂടി വിശദമായൊക്കെ വിവരിച്ചത് കാണാൻ കഴിയും. ആ പറയുന്ന കറുത്ത കുത്ത് വന്ന് മനുഷ്യ ഹൃദയം ദുഷിക്കുന്നതിനാണ് റാൻ എന്ന് പറയുന്നത്. അതിനാണ് റാൻ എന്ന് പറയുന്നത്. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹുവദ്ദംബു അലദ്ദം, ഒരു തെറ്റ് അതിന്റെ പുറമെ വീണ്ടും തെറ്റ്, അതിന്റെ പുറം ഈ പറയുന്ന അശ്രദ്ധയോടുകൂടെ തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കി തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് രക്ഷപ്പെടുക ചെയ്യാതെ പാപങ്ങൾ ഇങ്ങനെ വന്ന് ഹത്താ യുഅമിയൽ ഖൽ, അവന്റെ ഹൃദയത്തിനെ അന്ധമാക്കി തീർക്കും. ഫയമൂതു, അത് പിന്നെ ചത്തുപോകും. അതിലേക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കടക്കേ സ്വീകരിക്കപ്പെടേ അതിനത് ഫലം ചെയ്യാത്ത ദുരവസ്ഥയിൽ അത് വന്ന് ചാടും. അതേപോലെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യഹൃദയത്തിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്, ആനന്ദമുണ്ടാകുന്ന, ആവേശമുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇബ്തിഹാജുൽ ഖൽബി വസുറൂറുഹു വഫറഹുഹു ബില്ലാഹ്, ഒരു മനുഷ്യന്റെ, ഏത് മനുഷ്യനാണെങ്കിലും മനുഷ്യഹൃദയങ്ങൾക്ക് സന്തോഷം, അതിനാവേശവും അതിന് ആനന്ദവും ഉണ്ടാകല് അള്ളാഹുവിനെ കൊണ്ടും അവന്റെ അസ്മാ സിഫാത്ത് കൊണ്ടും അവന്റെ കലാമ് കൊണ്ടും അവന്റെ റസൂലിന്റെ വചനങ്ങൾ കൊണ്ടുമാണ്.
വലിഖാഉഹു അഫ്ളലു മാ യുഅത. ഇങ്ങനത്തെ സന്തോഷിച്ചുകൊണ്ട് അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലും അവന്റെ ദീന് കൊണ്ട് അവന്റെ പ്രവാചകനെ കൊണ്ട് സന്തോഷം കൊണ്ട് തുടികൊട്ടിയ ഹൃദയത്തിന്റെ ഉടമയാണെങ്കിൽ അവർക്ക് പ്രതിഫലമായി നൽകപ്പെടുന്നതിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് അള്ളാഹുവിനെ കാണാനുള്ള അവസരം സ്വർഗത്തിൽ വെച്ച് നൽകുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് കാണാനുള്ള ബൽഹുവ അജല്ലു അതായ, സ്വർഗത്തിൽ വെച്ചൊരു മുഅ്മിനായ മനുഷ്യന് നൽകുന്ന ദാനങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ മുഖത്തിലേക്ക് നോക്കാൻ പറ്റുക എന്നുള്ളതാണ്. വൽ ഫറഹു ഫിൽ ആഖിറതി ബില്ലാഹ് വലിഖാഇഹി, പരലോകത്ത് അള്ളാഹുവിനെ കണ്ട് അള്ളാഹുവിനെ കാണാനുള്ള അവസരം കൊടുത്ത് സന്തോഷിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടുക എന്ന് പറയുന്നത് ബിഹസബിൽ ഫറഹി ബിഹി വ മഹബ്ബതിഹി ഫിദ്ദുനിയ, ദുനിയാവിൽ അള്ളാഹുവിനെ കൊണ്ട് എത്രത്തോളം അവനോടുള്ള സ്നേഹം എത്രത്തോളം, അള്ളാഹുവിന്റെ ത്വാഅത്ത് അതിൽ എത്രത്തോളം ഇവന് സന്തോഷിച്ചു, അതനുസരിച്ചാണ് പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണാനും കണ്ടുമുട്ടാനും സന്തോഷിക്കാനും അവസരം കൊടുക്കുക. ഫൽ ഫറഹു ബിൽ വുസൂലി ഇലൽ മഹബൂബി യകൂനു അലാ ഹസബി ഖുവ്വത്തിൽ മഹബ്ബതി വ ദുഅഫിഹാ. എന്നിട്ട് അതിന് ഉദാഹരണം, ഒരാൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കാണാൻ അതിലുള്ള അവസരവും കാര്യങ്ങളും ആ സന്തോഷം ഒരാൾക്ക് ലഭിക്കല്, ആ പറയുന്നവരോടുള്ള സ്നേഹവും അതിനുള്ള ശക്തി എത്രത്തോളം ആ സ്നേഹമുണ്ട്, എത്രത്തോളം അതിന് ബലഹീനതയുണ്ട്, അതനുസരിച്ചായിരിക്കും. ഫഹാദാ ശഅ്നു ഫറഹിൽ ഖൽബ്, മനുഷ്യ ഹൃദയം ഏതാണെങ്കിലും അത് സന്തോഷിക്കാൻ ഇതല്ലാത്ത മറ്റൊരു മാർഗമില്ല എന്നാ പറയുന്നു. അള്ളാഹുവിലും അവന്റെ അസ്മാ സിഫാത്തിലും അവന്റെ വചനത്തിലും അവന്റെ ദീനിലും അവന്റെ ത്വാഅത്തിലുമായി പോകുന്നതിലേറെ മനുഷ്യ മനസ്സുകൾക്ക് സമാധാനിക്കാനും സന്തോഷിക്കാനും വേറെ വഴികളില്ല എന്നത്. അൽ ഖൽബുൽ മുത്മഇന്ന, അങ്ങനെ പിന്നെ മനസ്സ് സന്തോഷിക്കുകയും അത് സമാധാന സായുജ്യമടയും ചെയ്യും. ഖാലല്ലാഹു തആല അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾക്ക് സായുജ്യമടയും, സമാധാനം ലഭിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിന്റെ സ്മരണയിൽ കൊണ്ടല്ലാതെ മനുഷ്യ മനസ്സുകൾക്ക് അടങ്ങാനും ഒതുങ്ങാനും സാധ്യമല്ല. ഭൗതികമായിട്ട് ദുന്യവിയായി എന്ത് തന്നെ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ അവർക്ക് സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ മനസ്സുകൾ പടഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉത്കണ്ഠപ്പെടുത്തി പേടിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, ഫഇന്ന തുമഅനീനത്തുൽ ഖൽബി സുകൂനുഹു വസ്തിഖറാറുഹു, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത് അത് അടങ്ങി ഒതുങ്ങി നിൽക്കല് ബിസവാലിൽ ഖലിഖി വൽ ഇൻസിആജി വൽ ഇൽതിറാബി അൻഹു, ഉത്കണ്ഠയും വെപ്രാളവും അസ്വസ്ഥവും ആ മനസ്സിൽ നിന്ന് പോകുമ്പോഴാണ് അതിന് സമാധാനം, അതിന് അടക്കം എന്ന് പറയുന്നത്. തയ്യിബ് വഹാദാ ലാ യതഅത്താ ബിശൈഇൻ സിവാ ദിക്രില്ലാഹി അൽബത്ത, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ മനുഷ്യ മനസ്സുകൾക്ക് അടങ്ങാനും ഒതുങ്ങാനും സമാധാനിക്കാനും സാധ്യമല്ല തന്നെ. വ അമ്മാ മാ അദാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ആർക്കെങ്കിലും നല്ല സന്തോഷ ജീവിതമാണ്, നല്ല സമാധാനത്തിലാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഫത്തുമഅനീനതു ഇലൈഹി വബിഹി ഗുറൂർ, അവർ വഞ്ചനാ ലോകത്താണ്, യഥാർത്ഥ സ്വസ്ഥതയും സമാധാനവും അവർക്കില്ല തന്നെ. വസ്സിഖതു ബിഹി അജ്സ്, ഭൗതികമായ മറ്റ് ഏതൊരു കാര്യം കൊണ്ടും ഒരാൾക്ക് നല്ല സമാധാനമാണ് സ്വസ്ഥതയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ബലഹീനതയാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, ഖലല്ലാഹു സുബ്ഹാനഹു വ തആല ഖല, അല്ലാഹു അചഞ്ചലമായൊരു തീരുമാനം തീരുമാനിച്ചിട്ടുണ്ട്. ലാ മറദ്ദലഹു, അതിനെ തടുക്കാനും തള്ളാനും ഒരാൾക്കും സാധ്യമല്ല തന്നെ. എന്താണത്? അന്ന മൻ തുമഅന്ന ഇലാ ശൈഇൻ സിവ, അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ സമാധാന സായുജ്യമടയാൻ ശ്രമിച്ചാൽ, എനിക്ക് കുട്ടികളുണ്ട് അൽഹംദുലില്ലാ, എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് നല്ല സ്വസ്ഥതയാണ്, അവരുണ്ടായതുകൊണ്ട് എനിക്ക് സമാധാനമാണ് എന്നൊരുത്തം പറയുകയാണെങ്കിൽ അവന്റെ മനസ്സ് ഉത്കണ്ഠപ്പെടുന്ന കാര്യങ്ങൾ ആ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വരും. ഒരാൾ നല്ല സമ്പത്തുണ്ടെങ്കിൽ അവൻ പറയുകയാണ് അത്യാവശ്യമൊക്കെ സമ്പത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് പറയാം. നമ്മൾ കാണുന്ന ആളുകൾ നല്ല സ്വസ്ഥതയിലായിരിക്കും. അയാൾ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ അയാൾ പറയുക, അയാളുടെ ഏറ്റവും ചെറിയ ജോലിക്കാരനോട് പറഞ്ഞിട്ടായിരിക്കും പോവുക, നീയൊക്കെ ഇവിടെ ഉണ്ടായിട്ടാട്ടോ എനിക്ക് സമാധാനം, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോണത്. ചില ആളുകൾ ഇങ്ങനെ പറയലുണ്ട് എന്ന്, വലിയ സമ്പന്നന്മാരായ ആളുകൾ ഏറ്റവും ചെറിയ അവരുടെ തൊഴിലാളിയോട് പറയലുണ്ട് അത്ര ഇങ്ങനെ. സുബ്ഹാനഹു വ തആല ഖളാഅൻ ലാ മറദ്ദല, ഒരിക്കലും തടുക്കാൻ നമുക്കതിനെ തള്ളിക്കളയാൻ സാധിക്കാത്ത അചഞ്ചലമായ അള്ളാഹുവിന്റെ തീരുമാനം. മനിത്വമഅന്ന ഇലാ ശൈഇൻ സിവാ, അള്ളാഹു അല്ലാത്ത വേറൊന്നിൽ ഒരാൾ സമാധാനത്തിന് വേണ്ടി മാർഗങ്ങൾ കണ്ടെത്തി ശ്രമിച്ചാൽ അതാഹുൽ ഖലിഖു വൽ ഇൻസിആജു വൽ ഇൽതിറാബു മിൻ ജിഹതി, ആ ഭാഗത്തിൽ കൂടെ അവനുള്ള അസ്വസ്ഥവും ഉത്കണ്ഠയും അസ്വസ്ഥങ്ങളും ആ ഭാഗത്തിൽ കൂടെ വരും. ആ ഭാഗത്തിൽ കൂടെ കായിനം മൻഖാൻ, അതാരാണെങ്കിൽ അധികാരമുള്ള ഒരാളാണ്,
നമ്മളൊരു പക്ഷേ കാണുമ്പോൾ ആ മനുഷ്യന് എന്തൊന്നില്ലാത്ത അധികാരം, സ്വാധീനം, ശക്തി, അയാൾ അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് പകലുകളില്ലാതെ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടുള്ള ശ്രമങ്ങളും കൗശലങ്ങളും ചതികളും വഞ്ചനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണും. സമ്പത്തുള്ളവനാണെങ്കിൽ അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതെ അതിൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന കഠിനാധ്വാനങ്ങൾ, ത്യാഗങ്ങൾ പല ആളുകൾ നമ്മൾ കേട്ടതും കണ്ടതും നമുക്ക് അറിയുന്നതാണ്. ഓരോ വിഷയങ്ങളും ബൽ ലൗ യത്മഅന്നൽ അബ്ദു ഇലാ ഇൽമിഹി വഹാലിഹി വഅമലിഹി സുലിബഹു വസാലഹു. ഇനി ഒരാള് അവന്റെ സ്വന്തം അറിവും എൻ്റെ പാണ്ഡിത്യവും എൻ്റെ അവസ്ഥയും എൻ്റെ അധ്വാനവും എന്ന് കരുതി അത് സമാധാനത്തിനും അവന്റെ ആരോഗ്യവും അതിലേക്ക് ഒരാൾ സമാധാന സ്വസ്ഥതയ്ക്ക് പോയാൽ അവന്റെ കയ്യിൽ നിന്നത് അള്ളാഹു സുബ്ഹാനഹു വലിച്ചൂരി കൊണ്ടുപോകും, അവനത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ചുരുക്കത്തിൽ ഒരാൾക്ക് സമാധാനത്തിന് വേണ്ടി അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക, അവന് സ്വസ്ഥതകൾ വരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ദുആ നമുക്ക് പറഞ്ഞു തന്നതുപോലെ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അദ്ദേഹം ആ സലീമായ ഹൃദയത്തിന്റെ ഉടമയാകാൻ അധ്വാനിച്ചു, ശ്രമിച്ചു എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അത് നേടിയപ്പോൾ ആ പ്രവാചകനെ അള്ളാഹു പ്രശംസിച്ചുകൊണ്ട് സൂറത്തു സ്വാഫാത്തിൽ പറഞ്ഞു, വ ഇന്ന മിൻ ശിയാതിഹി ല ഇബ്രാഹിം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകൾപ്പെട്ടാണ് ഇബ്രാഹിം. ഇത് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, സലീമായ ഹൃദയവുമായി അള്ളാഹുവിലേക്ക് വന്നു. ഇബ്രാഹിം നബിനെ അള്ളാഹു പ്രശംസിച്ചു. സലീമായ ഹൃദയം എന്ന് പറഞ്ഞാൽ അല്ലദീ സലിമ മിന ശിർക്ക്, ഷിർക്കിന്റെ എല്ലാവിധ വലുതും ചെറുതുമായ റിയായിൽ നിന്ന്, സുംഅത്തിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമായി. വൽ ഗില്ലി, വഞ്ചന, ചതി, ഹിഖ്ദ്, ഹസദ്, അസൂയ, പിശുക്കത്തിൽ ലുബ്ധത, അഹങ്കാരം, ദുന്യാവിനോടുള്ള അത്യാർത്തി, ഈ പറയുന്നതും അല്ലാത്തതുമായ സകലവിധ ഹൃദയ രോഗങ്ങളിലും സുരക്ഷിതനായിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. ഫഹാദൽ ഖൽബു അസ്സലീമു ഫീ ജന്നത്തിൻ മുഅജ്ജലത്തിൻ ഫി ദുനിയ. ഇങ്ങനത്തെ സുരക്ഷിതമായ ഹൃദയത്തിന്റെ ഉടമയാണെങ്കിൽ അവന് ഈ ദുന്യാവിൽ തന്നെ ഏറ്റവും ആദ്യം പ്രതിഫലം എന്നാണ് ലഭിച്ച സ്വർഗത്തിലായിരിക്കും ജീവിക്കുക. സമാധാനത്തോടു കൂടെയുള്ള സന്തോഷകരമായ ആനന്ദകരമായ ജീവിതം. വഫീ ജന്നത്തിൻ ഫിൽ ബർസഖ്, ഖബറിൽ ഈ പറയുന്ന സ്വർഗം അവനുണ്ടാകും. ഖിയാമത്ത് നാളിലും ആ സ്വർഗത്തിൽ അവൻ എത്തിച്ചേരും ചെയ്യും. ഇങ്ങനെ ഒരാൾക്ക് ഈ സലീമായ, കുറ്റമറ്റ, രോഗാതുരമല്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള ഹൃദയം ഒരാൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഹത്താ യസ്ലമ മിൻ ശിർക്കിൻ യുനാഖിലു തൗഹീദ്, തൗഹീദിന് വിരുദ്ധമായ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. വബിദ്അത്തിൻ യുഖാലിഫു സുന്ന, സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടണം. വശഹവത്തിൻ തുഖാലിഫുൽ അംർ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ ദേഹ ഇച്ഛകളിൽ നിന്ന് രക്ഷപ്പെടണം. വഗഫലത്തിൻ തുനാഖിലു ദിക്ർ, അള്ളാഹുവിന്റെ സ്മരണയോട് വിരുദ്ധമായ അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടണം. വഹവൻ യുനാഖിലു അത്തജ്രീദ വൽ ഇഖ്ലാസ്, നിഷ്കളങ്കത, അവന്റെ ഇഖ്ലാസിനോട് വിരുദ്ധമായ ഹവ, അവന്റെ ഇച്ഛ, അവന്റെ സ്ഥാനമാനങ്ങളോ സമ്പത്തിൻ്റെതോ മറ്റുള്ള ഏതെങ്കിലും ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. വഹാദിഹിൽ ഖംസതു ഹുജിബ അനില്ല, ഈ പറയുന്ന കാര്യങ്ങൾ ഷിർക്കോ ബിദ്അത്തോ അതല്ലെങ്കിൽ ഷഹുവത്തോ ശുബ്ഹത്തോ ഇങ്ങനത്തെ ഈ പറയുന്ന ഹവേ അശ്രദ്ധയോ ഇതൊക്കെ ഉണ്ടായാൽ ഒരു മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് അത് തടഞ്ഞുകൊണ്ടേയിരിക്കും. വതഹ്ത കുല്ലി വാഹിദിൻ മിന്ന അൻവാഉൻ കസീറ, ഈ അഞ്ചെണ്ണം മുഖ്യമായത്, പ്രധാനപ്പെട്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൻ്റെ കീഴിൽ മറ്റു ഒരുപാട് തടസ്സങ്ങളായ കാര്യങ്ങൾ, മനുഷ്യനെ അള്ളാഹുവിൽ തടയുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ട് താനും. അപ്പൊ അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിന്റെ കലാമ് കൊണ്ടും അള്ളാഹുവിന്റെ ത്വാഅത്ത് കൊണ്ടും ഒരാൾ അവന്റെ മനസ്സിനെ പാകപ്പെടുത്തി രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ അടിമയായി പോകണം എന്നുള്ളതാണ് ഷെയ്ഖ് റഹ്മുള്ള പറയുന്നത്. ഇങ്ങനെ ഈ അശ്രദ്ധയും ഈ മൂടിയും ഈ മറയുമൊക്കെ അകപ്പെട്ട ഹൃദയമാണെങ്കിൽ പിന്നെ അത് കടുത്തു പോകുക ചെയ്യും. ഹൃദയം കടുത്തു പോകും. ഖസ്വത്തുൽ ഖൽബി എന്ന് പറയും അറബിയിൽ. അങ്ങനെ ഒരാൾക്ക് ഖസ്വത്തുൽ ഖൽബ് വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന ഹൃദയത്തിന്റെ ഉടമ അള്ളാഹുവിൽ നിന്ന് പൂർണ്ണമായി അകന്നുകൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചത് ഇങ്ങനത്തെ കടുകടുത്ത ഹൃദയത്തിന്റെ ഉടമകളെന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയാണ്. അവരൊന്ന് കരയിപ്പിച്ച്, അവരൊന്ന് സങ്കടപ്പെടുത്തി, അവരൊന്ന് കഷ്ടപ്പെടുത്തിയിട്ട് അവരെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇദാ ഫസൽ ഖൽബു ഖഹതത്തിൽ ഐൻ, ഹൃദയം കടുത്തു പോയാൽ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കാത്ത അവസ്ഥ വരും, കണ്ണീര് വരൂല. ഖസ്വത്തുൽ ഖൽബ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് പിടിപെടുന്നത് 4 കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ വന്നാൽ മനുഷ്യന്റെ ഹൃദയം കടുത്തു പോകും. ഹൃദയത്തിന് പിടിപെടുന്ന മാരകമായ രോഗമാണ് ഖസ്വത്തുൽ ഖൽബ്. ആവശ്യത്തിന്റെ അപ്പുറം ശേഷം പറയുന്ന 4 കാര്യങ്ങൾ ഒരാൾ എടുത്താൽ, സ്വീകരിച്ചാൽ അവന്റെ ഹൃദയം കടുത്തു പോകും. ഒന്നാമത്തത് അൽ അഖിൽ, അമിതമായ ഭക്ഷണം. രണ്ടാമത്തത് അന്നവും,
ആവശ്യത്തിൻ്റെ അപ്പുറമുള്ള ഉറക്ക്. മൂന്നാമത്തത് അൽ കലാം, ദുന്യവിയായ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഹലാലാണെങ്കിൽ പോലും അനുവദനീയമാണെങ്കിൽ പോലും ആവശ്യമില്ലാത്ത സംസാരം. വൽ മുഖാലത, ആവശ്യമില്ലാതെ ആളുകളുമായിട്ടുള്ള ഇടകലര്. ഏകനായിരിക്കുന്നതാണ് പലപ്പോഴും നന്നാവുക. ആളുകളുടെ കൂട്ടത്തിൽ ചെന്നാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് അത് കേട്ട് പഠിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. അതില്ലാതെ ആളുകളുടെ മുന്നിൽ ചെന്നിരുന്ന് സംസാരിക്കുന്നത് കസ്റത്തുൽ കലാം, അന്ത കലാം കസീർ എന്ന് പറയും അറബികൾ അങ്ങനെ, അന്ത കലാം കസീർ, ധാരാളം സംസാരത്തിന്റെ ആളാണ്. നമ്മുടെ നാട്ടിൽ ഒരു സദസ്സിൽ ചെന്നിരുന്ന കുറച്ച് കൂടുതൽ സംസാരിച്ചാൽ അവനായിരിക്കും ഒരു പക്ഷേ അവിടെ ബഹുമാനവും ആദരവും പരിഗണനയും പലപ്പോഴും ലഭിക്കുക. അത് നല്ല സ്വഭാവമല്ല. ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിയുടെ പൂർണ്ണതയുടെ മേൽ അറിയിക്കും അവന്റെ മൗനമായിരിക്കുക എന്ന് പറയുന്നത്. കസ്റത്തുൽ കലാം, സംസാരം കൂടുക, ഉറക്ക് കൂടുക, ഭക്ഷണ കൂടുക, പാനീയങ്ങൾ അത് കൂടുന്ന ആവശ്യത്തിന്റെ അപ്പുറമായ ഹൃദയം കടുത്തുപോകും. അൽ ഖൽബു യഅ്തരിദുഹു മറദാനി യതവാരിദാനി അലൈഹി, മറ്റ് 2 രോഗങ്ങൾ മനുഷ്യ ഹൃദയത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അത് അവന്റെ നാശത്തിനും അവന്റെ ഹൃദയത്തിന്റെ മരണത്തിനും കാരണമാകും. ഒന്ന് ഷഹവാത്ത്, മറ്റൊന്ന് ശുബ്ഹാത്ത്. നമ്മൾ മുമ്പ് സൂചനയിൽ പറഞ്ഞതുപോലെ അവന്റെ ഇച്ഛകളും താല്പര്യങ്ങളും, അതേപോലെ ആശയക്കുഴപ്പങ്ങൾ, അറിവില്ലായ്മ കൊണ്ട്. ഈ പറയുന്ന 2 അസുഖങ്ങൾ, ഇതാണ് മനുഷ്യർക്കകപ്പെട്ട മറ്റ് പല രോഗങ്ങൾക്കുള്ള മുഖ്യമായ കാരണങ്ങൾ. ഈ പറയുന്ന 2 അത് ചില മനുഷ്യരെ അവർ രോഗികളാക്കി തീർക്കും, ചില ആളുകളുടെ ഹൃദയങ്ങളെ അത് കൊന്നുകളയും ചെയ്യും. അതേപോലെ ഹൃദയത്തിന് മറ്റൊരുപാട് രോഗങ്ങളുണ്ട്. റിയാ, കിബർ, ഉജുബ്, ഹസദ്, അതേപോലെ തന്നെ ഖുയലാ, ഫഖർ, താൻ പ്രൗഢി നടിക്കുന്നത്, അഹങ്കരിക്കുന്നത്, ഹുബ്ബുർ റിയാസത്തി വൽ ഉലൂവി ഫിൽ അർദ്, ഭൂമിയിൽ ആധിപത്യത്തിന് നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. ഹാദിഹിൽ അംറാദു കുല്ലുഹാ മുതവല്ലിദത്തുൻ അനിൽ ജഹൽ, ശരിയായ അറിവ് ഇൽമ് ഇല്ലാതെ വിഡ്ഢിത്തരം കൊണ്ടാണ് ഒരു പരിധിവരെ മനുഷ്യ ഹൃദയത്തിലേക്ക് ഈ പറയുന്ന രോഗങ്ങൾ വരുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അസുഖം അവന്റെ ശരീരത്തിന് പിടിപെടുന്നതിലേറെ അപകടകരമാണ് താൻ. ശരീരത്തിന് രോഗം പിടിപെട്ടാൽ ഏറി വന്നാൽ ആ മനുഷ്യൻ മരിച്ചു പോകും എന്നുള്ളത്, ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകും. നേരെ മറിച്ച് ഹൃദയത്തിന് രോഗം പിടിപെട്ടാൽ കാലാകാലത്തെ പരാജയത്തിലേക്ക് ആ മനുഷ്യനത് കൊണ്ടുപോയി തള്ളും. അവനൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത, പരിഹരിക്കാൻ കഴിയാത്ത പരാജയത്തിലേക്ക് അതവനെ കൊണ്ടുപോയി തള്ളും. വലാ ശിഫാ അലി ഹാദൽ മറദി ഇല്ലാ ബിൽ ഇൽം, ശരീരത്തിൽ മനസ്സിന് പിടിപെട്ട ഈ അസുഖത്തിന് ശരിയായ അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം. അതിലുള്ള ഒരു ശിഫ, അതിലുള്ള ചികിത്സ അതാണ്. ആ പറയുന്ന അറിവ് നേടിയെടുക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുമാണ്. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുക്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫ, മനുഷ്യരെ നിങ്ങൾക്ക് നല്ല ഉത്ബോധനങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പിടിപെട്ട അസുഖങ്ങൾക്കുള്ള രോഗശാന്തിയും ശമനവും ചികിത്സയും നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുള്ള സന്മാർഗവും കാരുണ്യവും വന്നിരിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് ഫഹാജത്തുൽ ഖൽബി ഇലൽ ഇൽം ലൈസത് കൽ ഹാജത്തി ഇല തനഫുസി ഫിൽ ഹവാഇ ബൽ അഅളം, ഒരു മനുഷ്യന് ശ്വാസത്തിലേക്ക്, വായുവിലേക്ക് എത്രത്തോളം അത്യാവശ്യമുണ്ടോ അതിലേറെ അത്യാവശ്യമാണ് ശർഈയായ ഇൽമ് ഒരാൾ പഠിക്കുക എന്ന് പറയുന്നതിലേക്ക് അവന്റെ ആവശ്യകത. ഫൽ ഇൽമു ലിൽ ഖൽബി മിസ്ലൽ മാഇ ലിസ്സമക്, ഒരു മനുഷ്യന് ശർഈയായ ഇൽമ് നേടുക എന്ന് പറയുന്നത് മത്സ്യത്തിന് വെള്ളം പോലെയാണ്. ഇദാ ഫഖദഹു മാ, ആ ഇൽമ് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, വെള്ളം നഷ്ടപ്പെടുമ്പോൾ മത്സ്യം ചത്തുപോകുന്നത് പോലെ ഇവന്റെ ഹൃദയം ചത്തുപോകും. അൽ ഖൽബു ഇദാ മരിദ ബിശ്ശഹവാതി ലം തൻജാ ഫീഹി അൽ മവാഇൽ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇതുപോലത്തെ ഇച്ഛകളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അത് സ്വാധീനം ചെലുത്തിയാൽ ഉപദേശങ്ങൾ പലപ്പോഴും അവന് ഫലം ചെയ്യുകയില്ല. ചില ആളുകൾക്ക് ഹൃദയത്തിന് ഇങ്ങനെ രോഗം പിടിച്ച് അത് കഠിനമായി കഴിഞ്ഞാൽ പിന്നീട് അവന്റെ ഹൃദയം രോഗിയാണ് എന്ന് അവൻ അറിയാതിരിക്കുമാർ. ശരീരത്തിന് പിടിപെട്ട ചില രോഗങ്ങളെക്കുറിച്ച്, ഈ പറയുന്ന ഷുഗർ പോലത്തെ അസുഖങ്ങൾ പിടിച്ച ചില ആളുകൾ, അവരെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് പിന്നെ അവിടെ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടായാൽ ശരിയായതിൻ്റെ വേദന അവരറിയുകയില്ല. ആ ഭാഗം ചത്തുപോയി, ആ ഭാഗത്തുള്ള നാഡികളും നരമ്പുകളും അതിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നശിച്ചു പോയത് കാരണം അവനതിൻ്റെ വേദന അറിയുകയില്ല. ഹൃദയത്തിന് ഇങ്ങനെ സംഭവിക്കും. അപ്പം അവർക്ക് ഹൃദയത്തിന് രോഗിയാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മനക്കുത്തുമുണ്ടാവുകയില്ല, ഒരു പ്രയാസം ഉണ്ടാകൂല. എന്ന് മാത്രമല്ല അതിൽ ചിലപ്പോൾ പിശാച് അവർക്കൊരു ആനന്ദം, ഒരു സന്തോഷം ഇട്ടുകൊടുക്കാൻ സാധ്യതയുമുണ്ട്. അതേപോലെ ഹൃദയത്തിന് പിടിപെട്ട രോഗങ്ങൾക്കുള്ള ഏറ്റവും ഉപകാരപ്രദമാണ്, ഞാൻ പറഞ്ഞു, ഈ പറയുന്ന കടുത്ത ഹൃദയം, ഇങ്ങനത്തെ ഷഹവാത്തുകൾ കടന്നുകൂടിയ ഹൃദയത്തിന് ചിലപ്പോൾ ഉപദേശങ്ങൾ ഫലം ചെയ്യൂല. അപ്പം എന്ത് ചെയ്യും?
അങ്ങനത്തെവർക്കും അല്ലാത്തവർക്കുമായ ഹൃദയത്തിന്റെ ഉടമകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ മറ്റൊരു ചികിത്സയാണ് ഖിസറുൽ അമലി അൽ ഇൽമു ബിഖുർബിർ റഹീൽ. അവന്റെ ആഗ്രഹങ്ങൾ, ഒരുപാട് മോഹങ്ങൾ ഉണ്ടാവും, അതൊന്ന് കുറക്കുക. ഈ ലോകത്തുനിന്ന് പോകാനയക്കണു എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. മരിക്കാനയക്കണു, മരിക്കേണ്ടി വരും, ഇനിയൊന്ന് നിർത്താനയക്കണു എന്നുള്ളത് കൊടുക്കുക. ആ പറയുന്നത് ഖുർആനും ആയത്തും സ്വീകരിക്കാത്തവനാണെങ്കിൽ പോലും അവനത് ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. ഇനി കൂടുതൽ കാലൊന്നുമില്ല, കുറെ കളിച്ചില്ലേ, ഒന്ന് നിർത്തിക്കളിട്ടോ എന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്കത് ഉപകാരപ്പെടും. വസുറഅത്തുൻ ഖിളാഇ മുദ്ദത്തിൽ ഹയാ, ദുനിയാവിലെ ജീവിതത്തിന്റെ സമയം അത് പെട്ടെന്ന് നീങ്ങുന്നുണ്ട്, പോകുന്നുണ്ട്, അതുകൊണ്ടൊന്ന് തിരുത്തിക്കളിയും. വഹുവ മിൻ അൻഫഇൽ ഉമൂരിൽ ഖൽബ്, മനുഷ്യ ഹൃദയങ്ങൾക്ക് ഏറ്റവും ഫലവത്തായ ഒരു പരിഹാരമാർഗമാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അതുകൊണ്ട് തന്നെ പറഞ്ഞു. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാവിധ രസങ്ങളും മുറിച്ചു കളയുന്ന മരണം ഇതാ വരാനിരിക്കുന്നു, ധാരാളം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർമ്മിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. പല ആളുകളും മരണം ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടൂല, അതിനെക്കുറിച്ച് പറയുന്നതും കേൾക്കാൻ ഇഷ്ടപ്പെടും. പക്ഷെ ആ സത്യത്തിന്റെ മുന്നിൽ ഒരുത്തനും പതറി പിന്തിരിഞ്ഞ് മാറി നിൽക്കാൻ സാധ്യമാവുകയുമില്ല, എന്ത് തന്നെ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് മരണത്തിനെ കുറിച്ച് കൂടുതൽ ഓർമ്മിക്കാനും അത് പറഞ്ഞു കൊടുക്കാനും തയ്യാറാകുക. ഖുർആനും ഹദീസും അവർക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അവരിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ പിന്നീട് ഖുർആനും ഹദീസുകളും ഇൽമും ശർഈയായ ഇൽമും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാം. അൽ ഖുർആനു ശിഫാഉൽ അംറാദിൽ ഖൽബ്, മനുഷ്യ ഹൃദയങ്ങൾക്ക് ഏറ്റവും ശമനം ലഭിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ, അതിൽ യാതൊരു സംശയവുമില്ല. അൻഫഉൽ അഗ്ദിയ ഗിദാഉൽ ഈമാൻ, മനുഷ്യ ഹൃദയങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഭക്ഷണം എന്ന് പറയുന്നത് ഈമാനാണ്. സൽക്കർമ്മങ്ങൾ, ത്വാഅത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചാണ് ഈമാന് കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഹൃദയത്തിന്റെ ആ ഭക്ഷണം അതിന് കൂടുതൽ കൂടുതൽ ആരോഗ്യപരമായ ഭക്ഷണം കിട്ടിക്കൊണ്ടേയിരിക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച്. അൽ ഈമാനു യസീദു ബിത്വാഅ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഈമാന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് ചെയ്ത് ആ ഈ പറഞ്ഞ രോഗിയായി കടക്കുന്ന, ബലഹീനമായി കടക്കുന്ന ഹൃദയത്തിനെ ഉയർത്തിക്കൊണ്ടുവരാം. വഅൻഫഉൽ അദ്വിയതി ദവാഉൽ ഖുർആൻ, അതേപോലെ തന്നെ മനുഷ്യ ഹൃദയങ്ങൾക്ക് ഏറ്റവും ഫലവത്തായ ചികിത്സ, പരിഹാരമാർഗം പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. വകുല്ലു മിൻഹുമാ ഫീഹി അൽ ഗിദാഉ വദ്ദവാ, പരിശുദ്ധ ഖുർആനിൽ രണ്ടും ഉണ്ട്. സൽക്കർമ്മങ്ങളെ പ്രേരിപ്പിക്കുന്ന, ത്വാഅത്തുകളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഭക്ഷണമുണ്ട്, അതേപോലെ തന്നെ ഹൃദയത്തിന് പിടിപെട്ട രോഗങ്ങൾക്കുള്ള ചികിത്സയും പരിഹാരവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുകളിൽ കേട്ട ആയത്തിന് യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, ഉപദേശ ഉത്ബോധനങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശാന്തിയും സമാധാനവും ശിഫയും അതിൽ വന്നിരിക്കുന്നു. വജിമാഉ അംറാദിൽ ഖൽബി അംറാദുശ് ശുബ്ഹാത്തി വശഹവാത്ത്, ആ പറയുന്ന ഇച്ഛകളും അതേപോലെ ആശയക്കുഴപ്പങ്ങളുമാണ്. വൽ ഖുർആനു ശിഫാഉൽ ലിന്നൗഈൻ, പരിശുദ്ധ ഖുർആൻ ഇത് രണ്ടിനും പരിഹാരമുണ്ട്. എന്തെങ്കിലും തെറ്റായ വിശ്വാസങ്ങളോ നിലപാടുകളോ ചിന്തകളോ തോന്നലുകളോ അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ഖുർആനിക ആയത്തുകളിലുണ്ട്. അതേപോലെ തന്നെ ദേഹ ഇച്ഛകൾ, മനുഷ്യന്റെ താല്പര്യങ്ങളും കാര്യങ്ങളും, തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ, വിചാരത്തിലേക്കോ മറ്റുള്ള ഹറാമിലേക്ക് നോക്കലോ പറയലോ കാണലോ, സമ്പത്ത് ആർത്തിയോടുകൂടെ ഹറാമായ നിലക്ക് അതിനെ ഒരുമിച്ച് കൂട്ടലോ, അതിന് പരിഹാരവും അതിലുണ്ട്. പക്ഷേ വലാകിൻ ദാലിക മൗഖൂഫുൻ അലാ ഫഹ്മിഹി വമഅരിഫത്തിൽ മുറാദിമിൻ, ആ ഖുർആൻ എന്താ പറഞ്ഞു, പാരായണം ചെയ്യുന്ന ആയത്തിൽ എന്താണെന്നുള്ളത് അത് അറിയൽ അത്യാവശ്യമാണ്. അപ്പം അത് പഠിക്കാൻ തയ്യാറാവണം. അത് മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവന്റെ മനസ്സിന് ഏറ്റവും നല്ല ഉത്ബോധനങ്ങൾ, പരിഹാരങ്ങൾ, ശമനം അതിലുണ്ട് എന്നുള്ളത്. ഷിഫാഉൻ ലിമർളി ഷഹവാതി, അവന്റെ ഇച്ഛകളും താല്പര്യങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് പറയാൻ കാരണം ബിമാ ഫീഹി മിനൽ ഹിക്മത്തി വൽ മൗഇദ, പല ഉത്ബോധനങ്ങളും പല അധ്യാപനങ്ങളും പല വിവരങ്ങളും നല്ലതുണ്ട്. ചില സമയത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലും പ്രതിഫലത്തിലും അവനെ മോഹിപ്പിച്ചുകൊണ്ട്, ചില സമയത്ത് തെറ്റുകളും പാപങ്ങളുമായി ലോകത്ത് ജീവിച്ച ആളുകൾക്കിറങ്ങിയ ശിക്ഷകളും നരകത്തിനെ കുറിച്ചും അവനെ പേടിപ്പെടുത്തിക്കൊണ്ട്, അതേപോലെ മറ്റു ചില സ്ഥലങ്ങൾ വത്തസ്ഹീദി ഫി ദുനിയ, ദുനിയാഹിൽ വിരക്തി ജനിപ്പിക്കുന്ന ആയാത്തുകളുണ്ട്. വത്തർഗീബി ഫിൽ ആഖിറ, പരലോകത്തിൽ മോഹിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. വൽ അംസാലി വൽ ഖിസസി, പല ഉപമകളും പല ചരിത്രങ്ങളും ഖുർആനിലുണ്ട്. ക്ഷമിക്കേണ്ട ഭാഗത്ത് ക്ഷമിക്കാൻ, ഉത്ബോധനം ലഭിക്കേണ്ട കാര്യത്തിൽ, ഇങ്ങനെ അവന്റെ മനസ്സിനെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പരിഹാരമാർഗമാണ് പരിശുദ്ധമായ ഖുർആൻ. അതിലേക്ക് മടങ്ങുക. പക്ഷേ അതിന്റെ അർത്ഥവും അതിന്റെ കാര്യങ്ങളും അറിയണം, അപ്പോഴേ അതവന് ഉപകാരപ്പെടുകയുള്ളൂ. ഒരാളെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ അൽ ഖൽബു ഇദാ തഖല്ലസ മിനദ് ദുനൂബി ബിത്തൗബ, പശ്ചാത്താപമാണ്. ഫഖദ് ഇസ്തഫറഗ മിൻ തഖ്ലീതിഹി, മുമ്പ് ഒരുപാട് തെറ്റുകളും പാപങ്ങളും വന്നു കിടക്കുന്നുണ്ടെങ്കിൽ ആ വൃത്തികേടിൽ നിന്ന് അതിനെ കഴുകി വൃത്തിയാക്കാനുള്ള ഏറ്റവും നല്ല പരിഹാരമാർഗം തൗബയും ഇസ്തിഗ്ഫാറുമാണ്.
തൗബയും ഇസ്തിഗ്ഫാറും. മുമ്പ് നമ്മൾ കേട്ട ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്താൽ ആ വന്ന ഓരോ പുള്ളികൾ നീങ്ങിപ്പോയി, അഴുക്ക് നീങ്ങി അവന്റെ ഹൃദയം തെളിഞ്ഞ പളുങ്ക് പാത്രം പോലത്തതായി മാറും അവന്റെ ഹൃദയത്തിൽ. ഫതഖല്ലസത് ഖുവ്വത്തുൽ ഖൽബി, അങ്ങനെ ഹൃദയത്തിന്റെ ആ ശക്തി അത് വീണ്ടെടുക്കും. നല്ല കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഉദ്ദേശിക്കാനുള്ള ഉദ്ദേശം അത് തിരിച്ചുപിടിക്കും. ഫസ്തറാഹ മിൻ തിൽക്കൽ ജവാദിബി അൽഫാസ്, തെറ്റായ ആ രോഗങ്ങൾ, ബാക്ടീരിയകൾ ആ പറയുന്നതിൽ നിന്ന് അതിന് രക്ഷപ്പെടാൻ കഴിയും. സഖാവനമ, ശരീരം അത് ആ ഹൃദയം വളർന്നുകൊണ്ടേയിരിക്കും, അത് പരിശുദ്ധമായിക്കൊണ്ടിരിക്കും, അത് ശക്തിപ്പെടും. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാധീനം അതിന്റെ ഹൃദയത്തിന് ലഭിക്കുമ്പോൾ അത് മറ്റുള്ള അവയവങ്ങളെ മുഴുവനും നല്ലത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവരതിന് സഹായമായ ഉപദേശ നിർദ്ദേശങ്ങൾ ഹൃദയത്തിൽ നിന്ന് സിഗ്നൽ വന്ന് അതിന് സഹായിയായി നിൽക്കും. അൽ ഖൽബു ലാ സബീല ലഹു ഇലാ സകാത്തിഹി ഇല്ലാ ബഅദ തഹാറത്തി, അതിന് ഏറ്റവും ആദ്യം പരിശുദ്ധമാക്കുന്നതിന് മുമ്പ് ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കാനാണ് ഈ പറഞ്ഞത്. തെറ്റായ കാര്യങ്ങൾ അതിലേക്ക് പോകാതെ തൗബയും ഇസ്തിഗ്ഫാറും നിരന്തരം വർദ്ധിപ്പിച്ച് അള്ളാഹുവിനോട് ഇതുപോലെ ദുആ ചെയ്ത് ഒരടിമ മുന്നോട്ട് പോകുന്ന പക്ഷം ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, നമ്മൾ നമ്മുടെ ഭാഗത്ത് മാറ്റം വരുത്താത്ത കാലത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ മാറ്റം വരുത്തുകയും, നമ്മൾ നിഅമത്തിലാണ്, സന്തോഷത്തിലാണ്, സമാധാനത്തിലാണെങ്കിൽ ആ പറയുന്ന നിഅമത്ത് അള്ളാഹു ഒരു കാരണമില്ലാതെ തിരിച്ചുപിടിക്കുകയില്ല, ദുരിതത്തിലേക്ക് കൊണ്ടുപോയി തള്ളുകയുമില്ല. നമ്മളെടുത്ത് പ്രവർത്തനം മാറ്റാത്ത കാലം. നമ്മൾ തെറ്റായ ദിശയിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് അള്ളാഹുവിലേക്ക് മുന്നിടുന്ന പക്ഷം അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അള്ളാഹു അവനിലേക്ക് അതിലേറെ വേഗതയിൽ മുന്നോട്ട് വന്ന് അവന്റെ കൂടെയുണ്ടാകും. അള്ളാഹു അവന്റെ കൂടെയുണ്ടാകും. പരിശുദ്ധ ഖുർആൻ സൂറത്തു ശംസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുകൾ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാ, നന്മയും തിന്മയും അള്ളാഹു അവന് തോന്നിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ, നമ്മൾ അതിനെ ശുദ്ധീകരിക്കാൻ തയ്യാറാവണം. തൗബ വേണം, ഇസ്തിഗ്ഫാർ വേണം, നമ്മുടെ കഴിവിന്റെ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യണം. അങ്ങനെ ഒരാൾ ചെയ്ത് അവന്റെ ശരീരത്തിന് ശുദ്ധീകരിക്കാൻ അവൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും, അവന് വിജയിക്കാനും കഴിയും. നേരെ മറിച്ച് വഖദ് ഖാബ മൻ ദസ്സാഹ, സ്വന്തം ശരീരത്തിനെ കളങ്കപ്പെടുത്തിയാൽ അവൻ പരാജയപ്പെടും. അത് രണ്ടും നമ്മുടെ കയ്യിലാണ്, നമുക്കതിന് ശ്രമിക്കാം. ഒരാളെ ഹൃദയം അത് ആരോഗ്യമുള്ളതാണ് എന്ന് അറിയാൻ ഒരുപാട് അടയാളങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചിന്തകളും കാര്യങ്ങളും പരലോകവുമായി ബന്ധപ്പെട്ടാണോ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യത്തോടു കൂടെയാണോ, അതിനെക്കുറിച്ച് പറയുന്ന ആളുകളിലേക്ക് ചെല്ലാനും കൂടെ ഇരിക്കാനും സഹവസിക്കാനും നമുക്ക് ലക്ഷ്യങ്ങൾ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ കണികകൾ കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്റെ മേൽ അറിയിക്കുന്ന കാര്യമാണ് അവന്റെ നാവ് നിരന്തരം, അവന്റെ ഹൃദയവും നാവും അള്ളാഹുവിന്റെ ദിക്റിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളത്. അവൻ ഏത് സമയത്തും അവന്റെ ചിന്ത അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദീനിനെക്കുറിച്ചും നല്ല കാര്യങ്ങളെക്കുറിച്ചും, അതേപോലെ അവന്റെ നാവിൽ അള്ളാഹുവിന്റെ ദിക്റുകൾ ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നന്മയുണ്ട് എന്നവന് മനസ്സിലാക്കാം. അത് പരിപോഷിപ്പിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കുക. അതേപോലെ ഹൃദയത്തിൽ നന്മയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്, ആരോഗ്യമുള്ളതാണ് എന്നുള്ളതിന്റെ തെളിവാണ് അവന്റെ ഹൃദയം അവന്റെ ശരീരത്തെ നിരന്തരം സൽക്കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, അതിലാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ചെയ്യാൻ അതിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ആരോഗ്യമുണ്ട്. അതിനാണ് കുറച്ചുകൂടി ശക്തിയും സ്വാധീനവും എന്ന് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം, നിസ്കാരത്തിൽ പ്രവേശിക്കുന്ന പക്ഷം മറ്റു ചിന്തകളും തോന്നലുകളും ദുന്യവിയായ കെട്ടുപാടുകളും അവന്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടോ ഇല്ലേ? അത് പോകുന്ന നിലക്കുള്ള നിസ്കാരം നിർവഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവന്റെ മനസ്സിൽ ആരോഗ്യമുള്ളതാണ്, അതിനാണ് സ്വാധീനം എന്ന് മനസ്സിലാക്കാം. അവന്റെ ഹൃദയത്തിന്റെ സിഹത്തിന്റെ പേരിൽ അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ് അൻ യകൂന അശഹ ബിവഖ്തിഹി അൻ യദ്ഹബ ളാഇഅൻ മിൻ അശദ്ദിന്നാസി ശുഹം ബിമാൽ. ഒരാള് സമ്പത്തിൽ എത്രത്തോളം ലുബ്ധതയും പിശുക്കത്തരം കാണിക്കുന്നുവോ അതിലേറെ ഒരു വ്യക്തിക്ക് അവന്റെ സമയത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയം നന്മയുടെ ഭാഗത്താണ് കൂടുതൽ എന്ന് മനസ്സിലാക്കാം. നമ്മൾ പലപ്പോഴും പല ആളുകളിലും കാണുന്ന ഒരു വിഷയമാണ് വെറുതെ ഒരു കാര്യമില്ലാതെ സമയം പാഴാക്കുക എന്ന് പറയുന്നത്. പറയത്തക്ക നിനക്ക് ഒരു കാര്യവുമില്ലാതെ. അങ്ങനെയുണ്ടെങ്കിൽ ഹൃദയത്തിൽ എന്തൊക്കെയോ അസുഖങ്ങളും രോഗങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതേപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്റെ മേൽ തെളിവായിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അൻ യകൂന ഇഹ്തിമാമുഹു ബി തസ്ഹീഹിൽ ഇൽമി അഅളമ മിൻഹു ബിൽ അമൽ. എന്റെ ചെയ്യുന്ന ഇബാദത്ത് അത് നല്ല നിലക്ക് ചെയ്യാൻ എത്രത്തോളം ശുഷ്കാന്തിയും കരുതലും എനിക്കുണ്ടോ അതിലേറെ ആ ചെയ്യുന്ന ഇബാദത്ത് ശരിയാണോ, അതിൽ കൃത്യമായ തെളിവുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിൽ, അറിവ് ശരിയാണോ, പഠിച്ചത് ശരിയാണോ, മനസ്സിലാക്കിയത് ശരിയാണോ എന്നുള്ളതിനായിരിക്കണം ചെയ്യുന്ന അമലിന് കൊടുക്കുന്നതിലേറെ പ്രാധാന്യം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇൽമ് നേടണം, അത് കൃത്യമായി ശരിയായ ഇൽമാണ് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെയുണ്ടെങ്കിൽ ആ വ്യക്തി അവന്റെ ഹൃദയത്തിന് ആരോഗ്യമുണ്ട്, നല്ല
ദിശയിലാണ് പോകുന്നത് എന്ന് അവന് മനസ്സിലാക്കാം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ 1-2 വാക്കുകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, അൽ ഖൽബു യംറദു കമാ യംറദുൽ ബദൻ, മനുഷ്യ ശരീരം രോഗിയാകുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയം രോഗിയാകും. വശിഫാഉഹു ഫി തൗബത്തി വൽ ഹിമ്യ, പശ്ചാത്താപവും അതേപോലെ തെറ്റായ ചിന്തകളും കാര്യങ്ങളും തോന്നലുകളും അതിലേക്ക് വരുന്നതിൽ നിന്ന് അതിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ്. വയസ്ദഉ കമാ തസ്ദഉൽ മിർആതു, കണ്ണാടിയും ലോഹങ്ങളും തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയം തുരുമ്പ് പിടിക്കും. വജലാഉഹു അദ്ദിക്ർ, അള്ളാഹുവിന്റെ സ്മരണ അതിലുണ്ടാവുക എന്നുള്ളതാണ്. വയാരി കമാ യാരിൽ ജിസ്മു, മനുഷ്യ ശരീരം അത് നഗ്നനാകും, ശരീരത്തിന് നഗ്നനാകുന്നത് പോലെ ഹൃദയവും നഗ്നമാകും. വസീനത്തുഹു തഖ്വാ, അത്തഖ്വാ ഹാഹുന എന്ന് ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഹദീസുകൾ കാണാൻ കഴിയും. തഖ്വ എന്ന് പറയുന്നത് അതിവിടെയാണ്. ആ ഹൃദയം അത് പരിശുദ്ധമാണ്, പവിത്രമാണെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത് പ്രേരിപ്പിക്കും. ചില ആളുകളോട് തെറ്റായതെന്തേലും കണ്ട് നമ്മൾ പറയുമ്പോൾ എൻ്റെ തഖ്വ, എൻ്റെ ഈമാൻ നിങ്ങൾക്കറിയൂല, അള്ളാഹുവിനെ അറിയുള്ളൂ എന്ന് ചില ആളുകൾ പറയലുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വസ്ത്രം നെരിയാണ്ട് താഴെയാണ്, അതൊന്ന് കയറ്റിയെടുക്കി. നിങ്ങൾ താടി ഇങ്ങനെ പൂർണ്ണമായിട്ട് അത് വടിച്ചുകൊണ്ട് നടക്കല്ലേ, അത് തെറ്റാണ്. പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ കാര്യങ്ങൾ അതല്ലെങ്കിൽ മറ്റുള്ള തെറ്റുകൾ ഒരാൾ പറഞ്ഞാൽ ആളുകൾ പറയും, നമ്മുടെ ഈമാൻ നിങ്ങൾ അളക്കണ്ട, നമ്മുടെ ഇഖ്ലാസ് നിങ്ങൾ നോക്കണ്ട, നമ്മുടെ ഈമാൻ അത് അല്ലാഹു തആലക്ക് അറിയുന്നു. സഹോദര, വളരെ ലളിതമായി നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയം അങ്ങനെ പവിത്രമായി പളുങ്ക് പോലെ പരിശുദ്ധമാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തോട് മുഴുവനും ഈ തെറ്റായ കാര്യങ്ങൾ മാറ്റി വെക്കണം, ഒഴിവാക്കണം എന്ന് പറയുമായിരുന്നു. നിങ്ങളുടെ ഹൃദയം അങ്ങനെ തഖ്വ കൊണ്ട് പവിത്രവും പരിശുദ്ധവും അല്ലാത്തത് കൊണ്ടാണ് ഈ തെറ്റായ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരം അവയവങ്ങൾ ചെയ്യുമ്പോൾ അതിന് നിങ്ങളുടെ ഹൃദയം കൂട്ടുനിൽക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അതിന് കൂട്ടുനിൽക്കുന്നത്. അത്തഖ്വ ഹാഹുന, നമ്മളും പറയുന്നു നിങ്ങളും പറയുന്നു തഖ്വ ഇവിടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയുടെ സമ്പത്തിലേക്കോ ശരീരത്തിലേക്കോ നോക്കുകയില്ല, അതൊക്കെ ഹദീസ് പറയും. അപ്പം നമുക്ക് വീണ്ടും പറയാനുള്ളത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുന്നു, നമുക്ക് ഹൃദയത്തിലുള്ളത് അറിയില്ല. പക്ഷെ അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുന്നു, അത് നമുക്കും കാണാൻ കഴിയുന്നതാണ്. അത് വെച്ചാണ് നമ്മൾ പറഞ്ഞത് എന്ന് പറയാം. അപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ പറയുന്ന നഗ്നത ശരീരത്തിനുണ്ടാകുന്നത് പോലെ ഉണ്ടാകും. തഖ്വ കൊണ്ട് അതിനെ അലങ്കരിക്കുക എന്നുള്ളതാണ്. വയജൂഉ വയളുമ, മനുഷ്യന്റെ ശരീരം അത് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത് പോലെ ഹൃദയത്തിന് ദാഹവും അതേപോലെ വിശപ്പും ഉണ്ടാകും. അതിനുള്ള ഭക്ഷണവും പാനീയവും അൽ മഅരിഫത്തു വൽ മഹബ്ബത്തു വത്തവക്കുലു വൽ ഇനാബത്തു വൽ ഖിദ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള കൃത്യമായ അറിവ്, ഖുർആനും സുന്നത്തും പഠിക്കുക, അറിയുക. അതേപോലെ അള്ളാഹുവിനെ സ്നേഹിക്കുക, അവൻ്റെ റസൂലിനെ സ്നേഹിക്കുക, അള്ളാഹുവിൽ കാര്യങ്ങളെ ഏൽപ്പിക്കുക, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, അള്ളാഹുവിൻ്റെ ത്വഅത്തിലായിക്കൊണ്ട് ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ലൗലൽ മിഹാനു ദുനിയാ വ മസാഇബുഹാ, അള്ളാഹു മനുഷ്യരായ നമുക്ക് പരീക്ഷണമായി ദുനിയാവിലുള്ള വിപത്തുകളും ദുരിതങ്ങളും നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ലഅസാബൽ അബ്ദ മിൻ അദ്വാഇൽ കിബ്രി വൽ ഫർആനതി വ ഖസ്വത്തിൽ ഖൽബി മാ ഹുവ സബബു ഹലാകിഹി ആജിലൻ ഔ ആജില. ദുനിയാവിയ വിപത്തും ദുരിതങ്ങളും രോഗങ്ങളും അസുഖങ്ങളും അള്ളാഹു മനുഷ്യന് തന്ന് പരീക്ഷിക്കുന്നില്ലെങ്കിൽ ഈ മനുഷ്യന് അഹങ്കാരവും അതേപോലെ തന്നെ ഫറോവമാരുടെ പോലത്തെ ധിക്കാരവും ഹൃദയത്തിന്റെ കാഠിന്യവും ആ മനുഷ്യനെ പിടികൂടും. അങ്ങനെ പിന്നെ ഈ ലോകത്തും പരലോകത്തും നശിക്കാൻ കാരണമാകും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിപത്തുകൾ ദുരിതങ്ങൾ തരുന്നത് നമ്മളെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സും ശരീരം നന്നാക്കി അവനിലേക്ക് മുന്നിടാൻ വേണ്ടിയിട്ടാണ്. ആ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഹിക്മത്ത് മനസ്സിലാക്കി തൗബയും ഇസ്തിഗ്ഫാറും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ പാരായണവും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഇൽമുകളും അതിൻ്റെ സദസ്സുകളും ഉപയോഗപ്പെടുത്തിയാൽ മനുഷ്യരായ നമ്മുടെ ഹൃദയങ്ങൾ അത് ശുദ്ധീകരിച്ചു കിട്ടും, അത് നല്ല വഴിക്ക് തിരിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റുള്ള അവയവങ്ങൾ, കണ്ണിനെയും കാതിനെയും കയ്യിനെയും കാലിനെയും മറ്റുള്ള അവയവങ്ങളെയും ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങൾ നിയന്ത്രിച്ച് നല്ല ദിശയിൽ കൊണ്ടു നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ മുന്നിട്ട ഹൃദയങ്ങളാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുന്നേറാനും പശ്ചാത്തപിച്ച് മടങ്ങാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖുലൂബന അലാ ദീനിക് ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وحلما وفهما وعقلا يا ذا الجلال والإكرام. هذا وصلى الله وسلم وبارك على نبينا محمد وآله وصحبه.